നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ. നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ശനി, വ്യാഴം, രാഹു, കേതുക്കൾ എന്നീ ഗ്രഹങ്ങള് ആണ് കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തുന്നത്. മറ്റു ഗ്രഹങ്ങളൊക്കെ അല്പാൽപമായിട്ട് മാത്രമാണ് സ്വാധീനം ചെലുത്തുന്നത്. പൊതുവെ ഈ 4 ഗ്രഹങ്ങളുടെയും ഫലങ്ങളെ അതാതിന്റെ ക്രമത്തിൽ പറഞ്ഞുകൊണ്ട് മേടക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ ആ ഗ്രഹങ്ങൾ ചെയ്യും, ചാരവശാൽ ചെയ്യും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ പൊതുവായിട്ടുള്ള ഫലത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് വീഡിയോ ഞാൻ പറയുന്നത്, ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം ശനിയുടെ ഗോചര ഫലത്തെ നോക്കാം. ലാഭസ്ഥേ അന്യവധു സമാഗമ ധനായാന പ്രതാപോദയ എന്നാണ് ശനി 11-ൽ നിന്നാനുള്ള ഫലത്തെ പറയുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി 11-ാം ഭാവത്തിലാണ്. ശനി മേടക്കൂറുകാർക്ക് 10ഉം 11ഉം ഭാവാധിപനാണ്, അനുകൂല ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മേടക്കൂറുകാർക്ക് ശനി അതിഗംഭീരമായിട്ടുള്ള ഫലങ്ങളെയാണ് നൽകുന്നത്. ഗോചരവശാൽ 7, 8, 9, 10 ഭാവങ്ങളിൽ ശനി നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ചെയ്ത ദോഷങ്ങളുടെ എല്ലാം പരിഹാരം 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചെയ്യുമെന്നാണ്. അതായത് മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി തുലാം രാശിയിലും വൃശ്ചികം രാശിയിലും ധനുരാശിയിലും മകരം രാശിയിലും നിന്നപ്പോൾ ചെയ്ത ദോഷഫലങ്ങളെ, അതായത് ആ വ്യക്തിക്ക് ലഭിച്ച ദോഷഫലങ്ങളുടെ എല്ലാം പ്രായശ്ചിത്തം 11-ാം ഭാവമായിട്ട് ഇപ്പോൾ ശനി നിൽക്കുന്ന കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ ചെയ്യുമെന്നാണ്. അതായത് കഴിഞ്ഞ 10 വർഷം, ഇതിനു മുമ്പുള്ള 10 വർഷം ചെയ്ത ദോഷഫലങ്ങൾക്ക് ശനി പരിഹാരം ചെയ്യുമെന്നാണ് അർത്ഥം. അത്ര ഗംഭീരമായിട്ടാണ് 11-ലെ ശനിയുടെ ഫലത്തെ പറയുന്നത്. ലാഭസ്ഥേ അന്യവധു സമാഗമ ധനായാന പ്രതാപോദയ എന്നാണ് ശനിയുടെ ഫലം. അതായത് അന്യസ്ത്രീ പ്രാപ്തി, ദാമ്പത്യ സുഖം, ധനലാഭം, പ്രതാപം, പുഷ്ടി എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. പൊതുവെ പറഞ്ഞാൽ സർവകാര്യ വിജയങ്ങളും മേന്മയും ഒക്കെ ലഭിക്കുന്ന സമയമാണ് ശനി 11-ൽ മേടക്കൂറുകാർക്ക് നൽകുക. അതായത് സർവാഭീഷ്ട സിദ്ധി ഉണ്ടാകുമെന്നർത്ഥം. ധനധാന്യ സമൃദ്ധി, ഉദ്യോഗലബ്ധി, ഉദ്യോഗത്തിൽ ഉന്നതി, വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുക, അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകളൊക്കെ വരിക, കൂടാതെ എല്ലാവിധത്തിലുള്ള അഭീഷ്ടങ്ങൾ സാധിക്കുന്ന അവസരങ്ങൾ വരിക, ഇതൊക്കെയാണ് ശനിയുടെ ഫലത്തെ പറയേണ്ടത്. അടുത്തത് നമുക്ക് മേടക്കൂറുകാർക്ക് വ്യാഴം ചെയ്യുന്ന ഫലങ്ങളെ ഒന്ന് നോക്കാം. വ്യാഴം 9, 12 ഭാവാധിപനാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. 9-ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്, 12-ാം ഭാവം നഷ്ടസ്ഥാനമാണ്, ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം. ഇപ്പോൾ വ്യാഴം മേടക്കൂറുകാർക്ക് 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ദ്വിതീയ സ്ഥിതി അർദ്ധസ്യ ലാഭ രിപുക്ഷയ സുദൃശ്യാം ഭോഗ എന്നാണ് വ്യാഴം 2-ൽ നിന്നാലുള്ള ഫലമായി ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ധനലാഭം, ശത്രുക്ഷയം, ഭോഗസുഖം, ദ്രവ്യലാഭം, സ്ത്രീലാഭം എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഇനി നമുക്ക് മേടക്കൂറുകാർക്ക് രാഹു ചെയ്യുന്ന ഫലങ്ങളെ ഒന്ന് നോക്കാം. രാഹു 12-ാം ഭാവത്തിലാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ അതികഠിനമായിട്ടുള്ള ദുഃഖം, ധനനാശം, സഞ്ചാരക്ലേശം, കാര്യതടസ്സം, രോഗപീഠ, കർമ്മരംഗത്ത് സ്തംഭനം എന്നിവ അനുഭവപ്പെടാം. എന്നാൽ രാഹു വ്യാഴത്തിന്റെ രാശിയിലാണ് നിൽക്കുന്നത്. വ്യാഴം മേടക്കൂറുകാർക്ക് അനുകൂല ഭാവത്തിലുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദോഷഫലങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ വർഷാവസാനം, അതായത് 2025 മെയ് 18-ാം തീയതി രാഹു രാശി മാറി 11-ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് വർഷാവസാനം രാഹു ധനധാന്യ സമൃദ്ധി, അംഗീകാരം, കീർത്തി എന്നീ നല്ല ഫലങ്ങളെയും നൽകും. പൊതുവെ വ്യാഴവും ശനിയും അനുകൂലമായതുകൊണ്ട് തന്നെ രാഹു കേതുക്കൾക്ക് അവിടെ പ്രസക്തിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മേടക്കൂറുകാരെ സംബന്ധിച്ച് കേതു 6-ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്ഥാനലാഭം, നൂതന സ്വർണ്ണാഭരണ വസ്ത്ര ലാഭം, നേതൃപദവി, ശത്രുനാശം, കേസ് വഴക്ക് എന്നിവയിൽ വിജയം, രോഗശാന്തി എന്നിവയൊക്കെ 6-ൽ നിൽക്കുന്ന കേതു പ്രദാനം ചെയ്യും. 2025 മെയ് 18-ാം തീയതി കേതു 5-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ആ സമയത്ത് ശത്രുക്ലേശവും ധനനാശവും സന്താന ദുരിതവും ഒക്കെ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ വ്യാഴം 14/5/2025 മിഥുനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ മേടക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലാണ് വ്യാഴം. സ്വാൻ പദ ഫ്രംശാൻ കാര്യവിഹിതിച്ച എന്നാണ്. അതായത് 14/5/2025 മേടക്കൂറുകാർക്ക് സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം, കാര്യങ്ങൾക്ക് തടസ്സം തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടായേക്കാം. അതായത് വർഷാവസാനം സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം പോലെയുള്ള തൊഴിൽ മാറ്റത്തിനും കാര്യതടസ്സങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ 29/3/2025 ശനി രാശി മാറി മീനൻ രാശിയിലേക്ക് എത്തും. രംഭകേ ദുഃഖം പരമ്പരാപുനി മധ്യേ മുഹു മജ്ജനം സ്യാൽ എന്നാണ്. അതായത് 12-ലേക്ക്
ശനി കൂടി എത്തുകയാണ് മേടക്കൂറുകാർക്ക് വർഷത്തിന്റെ അവസാനം. ശനിയും രാഹുവും ഒക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1200 അവസാന സമയമാകുമ്പോഴത്തേക്കും ദോഷസ്ഥാനങ്ങളിലേക്ക് വരികയാണ്. ആ സമയത്ത് വേണ്ട കരുതൽ എടുക്കേണ്ടതാണ്. അതുവരെ വളരെ നല്ല സമയമാണ്. കരുതൽ എടുക്കുക. ഈ നല്ല അനുകൂല സമയത്തെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നുള്ള നമ്മുടെ പഴമൊഴി ഓർക്കുക. ഇപ്പോൾ നല്ല സമയമാണ്. ആ അനുകൂല സമയത്തെ പ്രയോജനപ്പെടുത്തി കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുക. കൊല്ലവർഷം 1200 അവസാനത്തോടു കൂടി നഷ്ടങ്ങൾ ഉണ്ടാകാതെ അതിനുവേണ്ട കരുതലും കൂടി എടുത്ത് സ്വരൂപിച്ചു വെക്കുക. നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ ഈ നക്ഷത്രഫലം അങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. വർഷാവസാനം ശനിയും വ്യാഴവും അനുകൂലമല്ല എന്ന് പറഞ്ഞുവെങ്കിലും 1200 ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളുണ്ട്. ആ ഗ്രഹയുദ്ധങ്ങൾ ഒന്നും തന്നെ മേടക്കൂറുകാരെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. 1200 ആണ്ട് കുംഭം ഇടവം മാസങ്ങളിലാണ് ഈ 5 ഗ്രഹയുദ്ധങ്ങളും നടക്കുക. അത് മേടക്കൂറുകാർക്ക് ദോഷകരമല്ല. കൂടാതെ കൊല്ലവർഷം 1200 ആണ്ടിലെ വിഷു വർഷത്തിലെ വിഷു ഫലത്തെ മേടക്കൂറുകാർക്ക് അനുകൂല ഫലമാണ് എന്നതും ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ വർഷാവസാനം വ്യാഴവും ശനിയും അനുകൂലത്തിലല്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ അനുകൂല സമയം വെച്ചിട്ട് അതിന്റെ പ്രയോജനത്തിന്റെ അലയൊലികൾ പിന്നീട് അങ്ങോട്ട് തുടർന്നും നമുക്ക് മേടക്കൂറുകാരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചേക്കാം. അതിന്റെ വേണ്ട കരുതലെടുക്കുക, ഈശ്വരനെ വിളിക്കുക, പ്രാർത്ഥനകൾ ചെയ്യുക. ഇനി നമുക്ക് മേടക്കൂറുകാരുടെ മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ ഫലം ചിന്തിച്ചുകൊണ്ട് ഓരോ നക്ഷത്രക്കാരെ, മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലത്തെ ഒന്ന് നോക്കാം. അതായത് മേടക്കൂറിൽ വരുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതിക്കാർക്ക് ഈ പറയുന്ന ഫലങ്ങളെല്ലാം പൂർണ്ണ തോതിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ആത്മീയ കാര്യങ്ങൾക്കും സത്കർമ്മങ്ങൾക്കും വേണ്ടി അശ്വതിക്കാർക്ക് പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും വരും. നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ വരും എന്നർത്ഥം. കൂടാതെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് സഞ്ചാരത്തിന് അവസരങ്ങൾ അശ്വതിക്കാർക്ക് ഉണ്ടാകും. ഭരണി നക്ഷത്രമാണ് രണ്ടാമത്തെ നക്ഷത്രം. ഭരണിക്കാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1200 ആണ്ടിൽ വാഹനം, വസ്തു ഇവയുടെ ലഭ്യതകൾ ഉണ്ടാകാം. ആഭരണം, വസ്ത്രം തുടങ്ങിയ ലാഭമുണ്ടാകാം. കൂടാതെ പൊതുവെ ഐശ്വര്യങ്ങളുടെ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും അധികരിച്ച അവസ്ഥ ലഭിക്കാം. കൂടാതെ അവിചാരിതമായിട്ടുള്ള ധനലാഭവും ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകാം. മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയുടെ കാൽഭാഗം വരുന്ന ഭാഗമാണ്. കാർത്തികക്കാരെ സംബന്ധിച്ച് വിശേഷമായി പറയേണ്ടത് ഔദ്യോഗികമായി ഉന്നതി ഉണ്ടാകുമെന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് മേടക്കൂറുകാരുടെയും മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെയും പൊതുവായിട്ടുള്ള ഗോചര ഫലം പറയേണ്ടിയിരിക്കുന്നത്. ഈ അവതരണ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. ഇതാണ് ആധികാരികമായിട്ടുള്ള അവതരണം. മേടക്കൂറുകാർക്ക് വരാൻ പോകുന്ന വിഷുഫലം കൂടി അനുകൂലമാണ്. അത് പ്രയോജനപ്പെടുത്തുക. നല്ല പ്രവർത്തനങ്ങളിലൂടെ ഭാവിയിലേക്കുള്ള കരുതൽ എടുക്കുക. ഇന്ന് നാം പരിശോധിക്കുന്നത് ഇടവക്കൂറുകാരുടെ 1200 ആണ്ടിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ശനി, വ്യാഴം, രാഹു, കേതുക്കൾ എന്നിവരുടെ പ്രധാന ഫലങ്ങൾ പറഞ്ഞതിനു ശേഷം മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം പ്രധാന ഫലങ്ങളെ ചേർത്തുകൊണ്ട് ഫലം പറയുകയും അതിനുശേഷം ഗ്രഹയുദ്ധം, മൗഢ്യം, വിഷുഫലം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിക്കുന്നത്. വിശദമായിട്ടുള്ള ഫലമാണ്. വളരെയേറെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെ പറയാം. ആദ്യം നമുക്ക് ശനിയുടെ ഇടവക്കൂറുകാരുടെ ഫലത്തെ പറയാം. ഇടവക്കൂറുകാർക്ക് ശനി 9ഉം 10ഉം ഭാവാധിപനാണ്. ശനി നിൽക്കുന്നത് 10ആം ഭാവത്തിലാണ്. ശനി 10ആം ഭാവത്തിൽ നിന്നാലുള്ള ആധികാരിക ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് നോക്കാം. ദശമഗേ ഹൃദ്രുജ വിദ്യാകീർത്തി ധനക്ഷയ കർമാപ്തി അഭി എന്നാണ്. ദശമകെ 10ആം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഹൃദ്രുജ എന്നാണ്. ഹൃദയത്തിന് രുജ എന്നാൽ രോഗം എന്നാണ് അർത്ഥം. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ വിദ്യാകീർത്തി, യശസ് ഇവയ്ക്കൊക്കെ നാശവും ഉണ്ടായേക്കാം. കൂടാതെ ഏത് കർമ്മങ്ങളാണോ, സത്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലവും, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലവും തീർച്ചയായിട്ടും ഈ കാലത്ത് അനുഭവിക്കണം എന്നാണ് ശനിയുടെ ഗോചര ഫലം പറയുന്നത്. ശനിയുടെ 10ആം ഭാവത്തിലെ സ്ഥിതി മൂലം ദോഷഫലങ്ങളാണ് പറയുന്നത് എങ്കിലും ഈ പറഞ്ഞ ഫലങ്ങൾ ഒഴിച്ചുള്ള മറ്റ് ഭാവങ്ങളുടെ, അതായത് 10ആം ഭാവത്തിൽ അല്ലാതെയുള്ള മറ്റു ഭാവങ്ങളുടെ
ഗുണഫലങ്ങളും ശനി ചെയ്യുമെന്ന് ഉറപ്പാണ്. അതുതന്നെയാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ദോഷഫലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ നല്ല ഗുണങ്ങളും ശനി 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചെയ്യുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു വിശ്വസിക്കാം. കാരണം ഇവിടെ ശനി 9ഉം 10ഉം ഭാവാധിപനാണ്. കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ്. 10ാം ഭാവം എന്നത് ശനിയുടെ സ്വക്ഷേത്രമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ നന്മയും ശനി ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. 23/5/2025 ശനി രാശി മാറി മീനൻ രാശിയിലേക്ക് എത്തും. ആ സമയത്ത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി 11ാം ഭാവത്തിലാണ് എത്തുന്നത്. ശനിയുടെ 7, 8, 9, 10 എന്നീ ഭാവങ്ങളിലെ ദോഷത്തിന്റെ എല്ലാം പ്രതിഫലം, അതായത് അന്ന് ചെയ്ത ദോഷങ്ങളുടെ എല്ലാം പകരമായിട്ടുള്ള നന്മ 11ൽ നിൽക്കുമ്പോൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. 11ൽ ശനി നിൽക്കുമ്പോൾ, അതായത് 14/5/2025 ശേഷം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ലാഭസ്ഥ അന്യവധു സമാഗമ ധനായാന പ്രതാപോദയ എന്നാണ്. അതായത് ദാമ്പത്യ സുഖം, ധനലാഭം, പ്രതാപം, പുഷ്ടി എന്നീ നേട്ടങ്ങൾ ഉണ്ടാകാം. ഇനി നമുക്ക് വ്യാഴം ഇടവക്കൂറുകാർക്ക് ചെയ്യുന്ന ഫലത്തെ നോക്കാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 8ഉം 11ഉം ഭാവാധിപനാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഗ്രഹമായിട്ട് പരിഗണിക്കണം. ഇടവക്കൂറുകാർക്ക് വ്യാഴം ജന്മരാശിയിലാണ് നിൽക്കുന്നത്. ഗുരു ജന്മകേ സ്ഥാനഭ്രംശ ധനക്ഷയ കലഹദീ ജാഡ്യ എന്നാണ്. അതായത് സ്ഥാനചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് അപ്രിയമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥാനമാറ്റം ഉണ്ടായേക്കാം. ചിലപ്പോൾ ഡീഗ്രേഡേഷൻ പോലെയുള്ള കാര്യങ്ങളും സംഭവിച്ചേക്കാം. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തനിക്കോ മറ്റുള്ളവർക്കോ വേണ്ടി ആശുപത്രിവാസമോ ഒക്കെ അതുമൂലം ധനനഷ്ടവും ഒക്കെ ഉണ്ടായേക്കാം. പൊതുവെ ബുദ്ധിക്ക് ഒരു മന്ദത അനുഭവപ്പെടുന്ന കാലമാണ്. കൂടാതെ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ വ്യാഴം 11ാം ഭാവാധിപനാണ്. അതിൻ്റെതായിട്ടുള്ള ചില നേട്ടങ്ങളും ഉണ്ടാകാം. ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ലാഭം വർദ്ധിക്കുകയും ചെയ്യും. ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. എന്നാൽ 14/5/2025 വ്യാഴൻ രാശി മാറി മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴൻ 2ാം ഭാവത്തിൽ എത്തുകയാണ്. 2ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. ദ്വിതീയ സ്ഥിതി അർദ്ധസ്യലാഭ രിഭുക്ഷയ സുദൃശ്യാം ഭോഗ, അതായത് ധനലാഭം, ശത്രുനാശം, ഭോഗസുഖം എന്നീ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഏതാണ്ട് വർഷത്തിന്റെ അവസാന ഭാഗമാകുമ്പോഴേക്കും ശനിയും വ്യാഴവും ഒക്കെ ഇടവക്കൂറുകാർക്ക് അനുകൂലമാകും. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ രാഹുവിന്റെ ഫലം ഒന്ന് നോക്കാം. രാഹു 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇടവക്കൂറുകാർക്ക്. അതായത് അതുകൊണ്ട് തന്നെ സഞ്ചാരം മൂലം ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ്. എന്നാൽ അംഗീകാരം, കീർത്തി എന്നിവയ്ക്ക് നഷ്ടങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും അഭീഷ്ടകാര്യ സിദ്ധിയൊക്കെ ലഭിക്കുന്നതുമാണ്. നൂതന സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. 18/5/2025 കുംഭം രാശിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ രാഹു 10ാം ഭാവത്തിലേക്കായിരിക്കും ഇടവക്കൂറുകാർക്ക് വരുന്നത്. അങ്ങനെ രാഹു 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തൊഴിലിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. കൂടാതെ മേലധികാരികളുടെ ദുഷ്കീർത്തി, അപ്രീതി, സ്ഥാനചലനം എന്നിവയും ആ സമയത്ത് ഉണ്ടായേക്കാം. കൂടാതെ ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ശനിയും വ്യാഴവും ഒക്കെ ആ സമയത്തേക്ക് അനുകൂലമാകുന്നതോടുകൂടി രാഹുവിന്റെ ദോഷസ്ഥിതിക്ക് പ്രസക്തിയില്ലാതായി തീരും. ഇടവക്കൂറുകാർക്ക് കേതു 5ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ശത്രുഭയം ഉണ്ടാകുന്നതാണ്. കൂടാതെ സന്താന ക്ലേശം, ധനനാശം, രോഗപീഠ എന്നിവയും ഉണ്ടായേക്കാം. എന്നാൽ 18/5/2025 കേതു 6ാം ഭാവത്തിലേക്ക് ഇടവക്കൂറുകാർക്ക് എത്തും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്ഥാനമാനലാഭം, നൂതന സ്വർണ്ണാഭരണ വസ്ത്രാദി ലാഭങ്ങൾ, നേതൃപദവി, ശത്രുനാശം, കേസ്, വഴക്ക് എന്നിവയിൽ വിജയം, രോഗശാന്തി എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നതാണ്. അതായത് പ്രധാനപ്പെട്ട വലിയ ഗ്രഹങ്ങളൊക്കെ വർഷ അവസാനമാകുമ്പോഴേക്കും ഇടവക്കൂറുകാർക്ക് ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വർഷാരംഭം, വർഷത്തിന്റെ ആദ്യ പകുതി മോശമാണെങ്കിൽ പോലും വർഷത്തിന്റെ 2ാം പകുതി നല്ല ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും ഗംഭീര സമയവുമായിട്ട് മാറുന്നതാണ്. ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളിലെ എല്ലാം പൊതുവായിട്ടുള്ള സ്ഥിതി പരിശോധിച്ചുകൊണ്ടുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഇടവക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ സ്ഥാനഭ്രംശം, ധനനഷ്ടം, ദുഷ്കീർത്തി, അലച്ചിൽ എന്നിവ ഫലമാണ്. കൂടാതെ ക്ലേശം, കലഹം, ബുദ്ധിക്ക് മന്ദത എന്നിവയ്ക്കും സാധ്യതയുണ്ട്. എന്നിരുന്നാലും വർഷ അവസാനമാകുമ്പോൾ
ആവുമ്പോഴത്തേക്കും സർവാഭീഷ്ട സിദ്ധി ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ലഭിക്കുന്നതാണ്. കൊലവർഷം 1200 ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളാണ് ഉള്ളത്. ഇടവം 25, 26 തീയതികളിലുള്ള ഗ്രഹയുദ്ധം ബുധനും വ്യാഴവും തമ്മിലാണ്. ആ സമയത്ത് ഇടവക്കൂറുകാർക്ക് ചില കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മറ്റു ദോഷങ്ങളൊന്നും ഇടവക്കൂറുകാർക്ക് ബാധിക്കുന്നതല്ല. കൂടാതെ കുംഭം 5, 26, 28 എന്നീ തീയതികളിൽ ഉള്ള ഗ്രഹയുദ്ധം ശുക്രൻ, ശനി, ബുധൻ എന്നീ 3 ഗ്രഹങ്ങളാണ് ബന്ധപ്പെടുന്നത്. അതുമൂലം കർമ്മത്തിൽ ഒക്കെ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥാനത്ത് കലഹങ്ങൾ ഉണ്ടായേക്കാം. കുംഭം, ഇടവം മാസങ്ങളിൽ മാത്രമാണ് ഇടവക്കൂറുകാർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുക. എന്നിരുന്നാലും ഗ്രഹയുദ്ധം മറ്റു ദോഷങ്ങളൊന്നും തന്നെ ചെയ്യുന്നതല്ല. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 1200 ആണ്ടിൽ വരുന്ന വിഷു സംക്രമ ഫലം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വിഷു സംക്രമ ഫലം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും അനുകൂലമാണ്. എന്നിരുന്നാൽ ഇടവക്കൂറിൽ വരുന്ന മകേര നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രത്യേകമായി പറയാനുള്ളത് കർമ്മഭാവത്തിൽ അല്പം ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും തൊഴിലിൽ ഇവർക്ക് ഉന്നതിയും ധനലാഭവും ലഭിക്കുമെന്ന് തന്നെ പറയണം. രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്ന വർഷം വളരെ ഐശ്വര്യമായിട്ടുള്ള സമയം തന്നെയാണ് എന്ന് പറയണം. കൊലവർഷം 1200 പകുതിക്ക് ശേഷം അതിഗംഭീരമായിട്ടുള്ള സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകും. വിവാഹം ഒക്കെ ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കും. കൂടാതെ സന്താനലബ്ധി ഉണ്ട്. വസ്തു വാഹന ലാഭം, കൂടാതെ സർവ്വ അഭീഷ്ട സിദ്ധി എന്നിവയൊക്കെ കാണുന്നുണ്ട്. ഇടവക്കൂറിൽ വരുന്ന മകേര നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായി ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. വർഷത്തിന്റെ പകുതിക്ക് ശേഷം തൊഴിൽ ലാഭം, ധനപരമായിട്ടുള്ള ഉന്നതി എന്നിവയൊക്കെ ഉണ്ടാകുമെങ്കിലും മകരം നക്ഷത്രക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. വിഷുഫലം അനുകൂലമല്ല. കൂടാതെ വരുന്ന വർഷത്തിൽ അഗ്നിമാരുത യോഗത്തിന്റെ ഫലവുമൊക്കെ മകര നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം. ശരീരത്തിൽ ഒഴിവ്, ചെറുത്, മുറിവ്, വിദ്വേഷം, ദേഷ്യം, അപകടങ്ങൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് മകര നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1200 ആണ്ടിൽ പറയാനുള്ളത്. ഇന്ന് മിഥുനക്കൂറുകാരുടെ കൊലവർഷം 1200 ആണ്ട് പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12-ലും ശനി 9-ലും രാഹു 10-ലും കേതു 4-ലുമായിട്ടാണ് ആരംഭത്തിൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെയും ഗോചരാലുള്ള ഫലവും രാശി മാറുമ്പോഴുള്ള ഫലവും ഗ്രഹയുദ്ധം, മൗഢ്യം, മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാന സ്ഥിതി എന്നിവയെല്ലാം പരിഗണിച്ചുള്ള സമ്പൂർണ്ണ ഫലവുമൊക്കെ ക്രമത്തിൽ പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് ശനി മിഥുനക്കൂറുകാർക്ക് എങ്ങനെയാണ് ഫലം ചെയ്യുന്നതെന്ന് നോക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനി 8ഉം 9ഉം ഭാവാധിപനാണ്. 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ചെയ്യുന്ന ഗ്രഹമാണ്. ധർമ്മസ്ഥിതി ബന്ധനം ആത്മധർമ്മ വിഹിതിഹി എന്നാണ്. അതായത് ശത്രുത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൂടാതെ ബന്ധന പ്രാപ്തി ഒക്കെ ഉണ്ടായേക്കാം. കൂടാതെ സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ വിഘ്നം ഉണ്ടായേക്കാം, തടസ്സമുണ്ടായേക്കാം. 29/3/2025 ശനി 10ാം ഭാവത്തിലേക്ക് രാശി മാറും. അതായത് മീനൻ രാശിയിലേക്ക്. നമുക്ക് ശനി രാശി മാറുമ്പോഴുള്ള ഫലത്തെ കൂടി നോക്കാം. ശനി 10ൽ നിൽക്കുമ്പോൾ ദശമേകേ ഹൃദ്രുജ വിദ്യാകീർത്തി ധനക്ഷയ കർമാപ്തിയപി എന്നാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിദ്യ, കീർത്തി, യശസ് എന്നിവയ്ക്ക് ഹാനി എന്നീ ദോഷഫലങ്ങളെയാണ് പറയുന്നത്. കൂടാതെ കർമ്മങ്ങൾക്കനുസരിച്ച് അനുഭവ ഫലവും ഉണ്ടാകും. സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സത്കർമ്മ ഫലവും നല്ല ഫലങ്ങളും, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദോഷഫലങ്ങളും ലഭിക്കുമെന്നാണ് ശനിയുടെ 10ലെ സ്ഥിതി വ്യക്തമാക്കുന്നത്. അടുത്തത് നമുക്ക് മിഥുനക്കൂറുകാർക്ക് വ്യാഴം ചെയ്യുന്ന ഫലത്തെ ഒന്ന് നോക്കാം. വ്യാഴം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12 നിൽക്കുന്ന ആ വ്യാഴം അന്ത്യസ്ഥിതി ദീർഘ അധ്വാടനം ഉഗ്രദുഃഖ ജനനം ച ഭവയിൽ എന്നാണ്. അതായത് അധികമായിട്ടുണ്ടാകുന്ന യാത്ര മൂലമുള്ള ക്ലേശങ്ങൾ, അതികഠിനമായിട്ടുള്ള ദുഃഖം തുടങ്ങിയ ദോഷഫലങ്ങളെയാണ് പറയുന്നത്. 14/5/2025 വ്യാഴം രാശി മാറി ജന്മരാശിയിലേക്ക് എത്തും. അതായത് മിഥുനം രാശിയിലേക്ക്. ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം ഗുരോർ ജന്മകേ സ്ഥാനഭ്രംശം ച ധനക്ഷയവും കലഹദീജാഡ്യ എന്നാണ് ഫലം പറയുന്നത്. അതായത് സ്ഥാനചലനം ഉണ്ടാകാം, ധനനഷ്ടം, കലഹം, ബുദ്ധിക്ക് മന്ദത എന്നിവയും ഉണ്ടാകാം. അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനിയും വ്യാഴവും വർഷം മുഴുവനും അടുത്ത രാശിമാറ്റത്തിന് പോലും ദോഷഫലങ്ങളാണ് നൽകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അടുത്ത വർഷം ദോഷഫലാനുഭവങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നിരുന്നാലും ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാലത്ത് ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. വ്യാഴം ജന്മത്തിലേക്ക് വരുമ്പോൾ
വ്യാഴത്തിന്റെ അല്പമാറ്റങ്ങളും ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറയുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായേക്കാം. ഇനി നമുക്ക് രാഹുവിന്റെ 10ാം ഭാവത്തിലെ സ്ഥിതി മൂലം മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഫലത്തെ നോക്കാം. രാഹു 10ൽ സഞ്ചരിക്കുമ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കൂടാതെ ദുഷ്കീർത്തി, മേലധികാരികളുടെ അപ്രീതി, സ്ഥാനചലനം, നെഞ്ചിനു വേദന, ധനനഷ്ടം എന്നിവയെല്ലാം സൃഷ്ടിക്കും. 18/5/2025 രാഹുവും രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തും. ആ സമയത്ത് 9ാം ഭാവത്തിലാണ് രാഹു വരുന്നത്. അതുമൂലം ബന്ധനം, ശത്രുവൃദ്ധി, ധനനാശം, ഭാഗ്യദോഷം, പിതാവിന് ക്ലേശം, ഭാഗ്യഹാനി, വിഷ, അഗ്നി, ഭയം എന്നീ ദോഷഫലങ്ങളാണ് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് കേതു 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4ൽ നിൽക്കുന്ന കേതു ഉദരവ്യാധി ഉണ്ടാക്കുന്നതാണ്. കൂടാതെ രക്തദൂഷ്യം, കുടുംബക്ലേശം, വാഹനനഷ്ടം, ഗ്രഹനഷ്ടം, നീചസംസർഗം എന്നീ ദോഷഫലങ്ങളും പറയുന്നുണ്ട്. 18/5/2025 കേതു രാശി മാറി 3ാം ഭാവത്തിലേക്ക് എത്തുന്നതാണ്. 3ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാക്കുന്നതാണ്. ശത്രുക്കൾക്ക് നാശമുണ്ടാക്കുന്നതാണ്. കൂടാതെ ഭഗവത് പ്രീതി ഉണ്ടാകുന്നതാണ്. കൂടാതെ സത്കീർത്തിയും തൊഴിലിൽ പുരോഗതിയും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണവും ഒക്കെ സിദ്ധിക്കുന്നതുമാണ്. ഈ പറഞ്ഞ 4 ഗ്രഹങ്ങളിൽ കേതു മാത്രമാണ് 18/5/2025 ശേഷം ഗുണഫലങ്ങൾ ചെയ്യുന്നത്. മറ്റെല്ലാ ഗ്രഹങ്ങളും വർഷം മുഴുവൻ ദോഷഫലങ്ങളാണ് ചെയ്യുന്നത്. മറ്റ് ഗ്രഹങ്ങളുടെയും കൂടെ പൊതുവായിട്ടുള്ള ഫലങ്ങളെ ചിന്തിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മറ്റ് ഗ്രഹങ്ങളിലെ എല്ലാം പൊതുവായിട്ടുള്ള ദോഷഫലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ദോഷഫലങ്ങളോടൊപ്പം ഗുണഫലങ്ങളും ലഭിക്കുന്നതാണ്. പൊതുവായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യവും കർമ്മവും ഒക്കെ വളരെ ദോഷമില്ലാതെ ഏകദേശം മുന്നോട്ട് പോകുന്നതാണ്. എന്നാൽ മകര നക്ഷത്രക്കാർക്ക് അപകട സാധ്യത കൂടുതലായിട്ടുണ്ട്. 9ൽ ശനി നിൽക്കുന്നത് കൊണ്ടൊക്കെ സൂര്യൻ കൂടി 9ാം ഭാവത്തിലേക്കൊക്കെ വരുമ്പോൾ കേസ്, വഴക്ക്, കൂടാതെ മറ്റ് തർക്കങ്ങൾ എന്നിവയിലൊക്കെ ഉൾപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ലാഭവും ഉണ്ടാകാം. അവർക്ക് കർമ്മമേഖലയിൽ വലിയ ദോഷങ്ങളൊന്നും സംഭവിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും തിരുവാതിര നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ വിഷസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. മിഥുനക്കൂറിൽ വരുന്ന പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മമേഖലയിലൊക്കെ അല്പം സ്വല്പമൊക്കെ ഉന്നതിയിൽ എത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും അല്പസ്വല്പം ഒക്കെ മെച്ചമുണ്ടാകാം. ഇനി നമുക്ക് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ വിഷുഫലത്തെ കൂടി ഒന്ന് പരിശോധിക്കാം. വിഷുഫല പ്രകാരമുള്ള ഫലത്തെ ഏകദേശം ഒന്ന് പറഞ്ഞു പോകാം. മകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം പ്രതികൂലമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അല്പസ്വല്പമൊക്കെ ആശ്വാസമാണ്. പുണർതംകാരെ സംബന്ധിച്ച് സമ്മിശ്രമാണ്. കൊല്ലവർഷം 1200-ാം ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളാണ് ഉണ്ടാകുന്നത്. ഇടവമാസം 25, 26 തീയതികളിൽ ബുധനും വ്യാഴവും തമ്മിലുള്ള ഗ്രഹയുദ്ധം ആരോഗ്യ പ്രശ്നങ്ങൾ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാക്കിയേക്കാം. അങ്ങനെ വരുമ്പോൾ ഇടവം മാസത്തിൽ മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ കുംഭമാസം 5, 26, 28 എന്നീ തീയതികളിൽ ശുക്രൻ, ശനി, ബുധൻ എന്നീ 3 ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹയുദ്ധം നടക്കും. അതിന്റെ ഫലമായിട്ട് കുംഭമാസത്തിൽ മിഥുനക്കൂറുകാർക്ക് ഭാഗ്യഹാനി ഉണ്ടായേക്കാം. അതായത് ഇടവം, കുംഭം എന്നീ മാസങ്ങൾ മിഥുനക്കൂറുകാർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നർത്ഥം. ആരോഗ്യ പ്രശ്നങ്ങളും ഭാഗ്യഹാനിയും ഒക്കെ ഇതിന്റെ ഫലമായിട്ട് പറഞ്ഞുവെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ അല്പസ്വല്പമൊക്കെ നേട്ടങ്ങളും ഉണ്ടായേക്കാം. എന്നിരുന്നാലും പൊതുവെ മിഥുനക്കൂറുകാർ കൊല്ലവർഷം 1200-ാം ആണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിർബന്ധമായിട്ടും മിഥുനക്കൂറുകാർ ദോഷപരിഹാരം ചെയ്യേണ്ടതാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് ഭാഗ്യസൂക്ത അർച്ചനയും പാൽപ്പായസം വഴിപാടും ഭഗവാന് തൃക്കൈ വെണ്ണ, തുളസിമാല എന്നിവയൊക്കെ ചെയ്യുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. കൂടാതെ അയ്യപ്പസ്വാമിക്ക് എള്ള് പായസം, നീരാഞ്ജനം എന്നീ വഴിപാടുകളും ചെയ്യുന്നത് ദോഷത്തെ ഇല്ലാതാക്കും. കൂടാതെ സർപ്പപ്രീതി വരുത്തുന്നതും സർപ്പക്ഷേത്രത്തിൽ അഭിഷേകം പോലെയുള്ള വഴിപാടുകളെ ചെയ്യുന്നതും ഒക്കെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും, ദോഷത്തെ ഇല്ലാതാക്കും. ഇത്രയും കാര്യങ്ങളാണ് മിഥുനക്കൂറുകാരുടെ പുതുവർഷ നക്ഷത്രഫലവും കൊല്ലവർഷം 1200-ാം ആണ്ടിലെ പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലമായി പറയാനുള്ളത്. ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് കർക്കിടകക്കൂറുകാരുടെ കൊല്ലവർഷം 1200-ാം ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലത്തെ പറയുമ്പോൾ ശനി, വ്യാഴം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ പ്രധാന ഫലങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനുശേഷം മറ്റ് ഗ്രഹങ്ങളുടെയും എല്ലാം പൊതുവായിട്ടുള്ള ഫലങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുമുള്ള ഫലങ്ങൾ പ്രത്യേകം ചെയ്യുന്നുണ്ട്. കൂടാതെ വരുന്ന 1200-ാം ആണ്ടിൽ വരുന്ന ഗ്രഹയുദ്ധം, ഗ്രഹമൗഢ്യം,
വിഷുഫലം എന്നിവയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ ഫലം തന്നെയാണ് ഇന്ന് കർക്കിടകക്കൂറുകാർക്കായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ്. വരുന്ന ഒരു വർഷം കർക്കിടകക്കൂറുകാർക്ക് മറ്റൊരു കാര്യവും അവരുടെ സമ്പൂർണ്ണ ഫലത്തെ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ആദ്യം ശനിയുടെ ഫലത്തെ ഒന്ന് നോക്കാം. കർക്കിടകക്കൂറുകാർക്ക് ശനി 7ഉം 8ഉം ഭാവാധിപനാണ്. 8ൽ ശനിയുടെ സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിലാണ് ആദ്യം സ്ഥിതി ചെയ്യുന്നത്. 8ാം ഭാവത്തിൽ ശനി നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. അഷ്ടമഗതേ ദൈന്യം സ്വകൈഹി വിയോഗ എന്നാണ്. അതായത് 8ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ദീന സ്വഭാവം വർദ്ധിക്കുക, സ്വജനങ്ങളുമായിട്ട് വേർപാടുണ്ടാകുക എന്നിവയൊക്കെയാണ് ഫലമായി പറയുന്നത്. എന്നാൽ ഈ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റ് നല്ല ഫലങ്ങളും ലഭിക്കും. കാരണം ശനി സ്വക്ഷേത്ര ബലവാനാണ് എന്നത് തന്നെ. അതായത് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്കും ജോലിക്കുമൊക്കെ ഇത് അനുകൂലം തന്നെയാണ്. യാത്ര കൊണ്ട് നേട്ടങ്ങളും ഉണ്ടായേക്കാം. 29/3/2025 ശനി കുംഭം രാശിയിൽ നിന്ന് മാറി മീനൻ രാശിയിലേക്ക് കടക്കും. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അത് 9ാം ഭാവമാണ്. 9ൽ ശനി നിൽക്കുമ്പോഴുള്ള ഫലത്തെ കൂടി നിന്ന് പരിശോധിക്കാം. ധർമ്മസ്ഥിതേ വൈരം ബന്ധനം ആത്മധർമ്മ വിഹദിഹി എന്നാണ്. അതായത് 9ൽ നിൽക്കുമ്പോൾ ശത്രുത, ബന്ധനപ്രാപ്തി, ധർമ്മപ്രവർത്തികൾക്ക് വിഘ്നം എന്നിവ ഉണ്ടായേക്കാം. എന്നിരുന്നാലും വിവാഹകാര്യത്തിലും പ്രണയകാര്യങ്ങളിലും ഒക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് രക്ഷ നേടാനും സാഹചര്യം ഒരുങ്ങും. ഇനി നമുക്ക് വ്യാഴത്തിന്റെ കർക്കിടകക്കൂറുകാരുടെ സ്ഥിതി നോക്കാം. വ്യാഴം ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് 11ലാണ് നിൽക്കുന്നത്. വ്യാഴം കർക്കിടകക്കൂറുകാർക്ക് 6ഉം 9ഉം ഭാവാധിപനാണ്. 6ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലം നോക്കാം. ലാഭസ്ഥേ അഭിമത അർദ്ധലബ്ധി ഇതനസ്ഥാനാപ്തിരിത്യാദയ എന്നാണ്. അതായത് 11ൽ നിൽക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാധിക്കുക, സ്ഥാനാന്തര പ്രാപ്തി എന്നിവയൊക്കെയാണ് ഫലം. ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സാധിക്കുക, വളരെയേറെ നേട്ടങ്ങൾ നിറഞ്ഞ സമയമാണ് 11ലെ വ്യാഴം നൽകുക. കൂടാതെ സ്ഥാനമാനങ്ങളും മെച്ചപ്പെട്ട ഉദ്യോഗ കയറ്റവും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. നിരവധി ഫലങ്ങൾ അനുകൂലമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 14/5/2025 വ്യാഴം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലേക്ക് മറയും. അത് മറയുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴം, 6ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം 12ലേക്ക് മറയുകയാണ്. രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഭാഗ്യത്തിന് ഹാനി ഉണ്ടാകുന്നതാണ്. 6ാം ഭാവത്തിലേക്ക് വ്യാഴം നോക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ അത് രോഗങ്ങളുടെ ഉത്ഭവത്തിനും കാരണമായേക്കാം. 12ൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. അന്ത്യസ്ഥിതേ ദീർഘ അദ്വാടനം ഉഗ്രദുഃഖ ജനനം ച ഭവേൽ എന്നാണ്. അതായത് അധിക യാത്രയൊക്കെ ആവശ്യമായി വരിക, അതുമൂലം ക്ലേശങ്ങൾ ഉണ്ടാകുക, അതികഠിനമായിട്ടുള്ള ദുഃഖം ഉണ്ടാകുക എന്നിവയൊക്കെയാണ് ഫലം. ഇനി കർക്കിടകക്കൂറുകാർക്ക് രാഹു എന്ത് ഫലം ചെയ്യുമെന്നും നോക്കാം. കർക്കിടകക്കൂറുകാർക്ക് രാഹു 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. ബന്ധനം, ശത്രുക്കളുടെ വർധനവ്, ധനനാശം, ഭാഗ്യദോഷം, പിതാവിന് ക്ലേശം, ഭാഗ്യഹാനി, വിഷ, അഗ്നി ഭയങ്ങൾ ഇവയെല്ലാം ഉണ്ടാകും. 18/5/2025 രാഹു കുംഭം രാശിയിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് രാഹു വരിക. അതുമൂലം സ്വജനങ്ങൾക്ക് അരിഷ്ടതയുണ്ടായേക്കാം. കർമ്മവിഘ്നം, രോഗപീഠ, ശത്രു ഉപദ്രവം, ത്വക് രോഗം, അലർജി എന്നീ കാര്യങ്ങളും സംഭവിക്കാം. ഇനി നമുക്ക് കേതു കർക്കിടകക്കൂറുകാർക്ക് എന്ത് ഫലത്തെ നൽകുമെന്ന് നോക്കാം. കർക്കിടകക്കൂറുകാർക്ക് കേതു 3ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കന്നി രാശിയിലാണ് നിൽക്കുന്നത്. ശത്രുക്കൾക്ക് നാശവും അപ്രതീക്ഷിത ധനലാഭവും അതുമൂലം കേതു നൽകുന്നുണ്ട്. കൂടാതെ ദൈവാധീനവും സത്കീർത്തിയും ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങളും തൊഴിലിൽ പുരോഗതിയും ഒക്കെ 3ലെ കേതു നൽകുന്നതാണ്. 18/5/2025 ചിങ്ങം രാശിയിലേക്ക് കേതു മാറുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് അത് 2ാം ഭാവത്തിലാണ് വരിക. അങ്ങനെ വരുമ്പോൾ തസ്കര ഭയം, മേലധികാരികളിൽ നിന്ന് അപ്രീതി, ധനനാശം, വാക്കുമൂലം ക്ലേശങ്ങൾ എന്നിവയും ഉണ്ടാകാം. ഈ ദോഷഫലങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും മറ്റു തരത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ കർക്കിടകക്കൂറുകാർക്ക് ലഭിക്കുന്നതുമാണ്. മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഉള്ള ഫലത്തെ പ്രത്യേകം പറയുന്നുണ്ട്. ധനധാന്യ സമൃദ്ധിയും അഭീഷ്ട സിദ്ധിയും ഒക്കെ ലഭിച്ചേക്കാം. അഷ്ടമത്തിൽ ശനി ബലവാനാണെങ്കിൽ ഇഷ്ടവരം തരും എന്ന് ഒരു ചൊല്ലുണ്ട്. ശനി സ്വക്ഷേത്രത്തിൽ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഈ ദോഷഫലങ്ങളൊക്കെ ജാതകത്തിൽ ദോഷമായിട്ടുള്ള ദശാകാലം ഉള്ളവർക്ക് മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ. അല്ലാതുള്ളവർക്ക് ശനി നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടഫലത്തെ നൽകിയേക്കാം. ഇനി മറ്റു നമുക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലം അതും കൂടി പരിഗണിച്ചുകൊണ്ട് കർക്കിടകക്കൂറുകാർക്ക് എന്തെല്ലാം നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നതെങ്കിൽ തന്നെയും ഗുണത്തിന് ആധിക്യം തന്നെയാണ് കർക്കിടകക്കൂറുകാർക്ക് പറയാൻ
പറയേണ്ടത്. തടസ്സപ്പെട്ട പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ്. ഗൃഹനിർമ്മാണമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ്. ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ അനുകൂല അവസരങ്ങൾ ഉണ്ടാകും. വിവാഹ സംബന്ധമായിട്ടും കാലം അനുകൂലമാണ്. ജനമധ്യത്തിൽ അംഗീകാരവും സത്കീർത്തിയും ഒക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ ആരോഗ്യ നിലയിൽ തൃപ്തികരമല്ലാത്ത അവസരങ്ങളും വന്നേക്കാം. ഔദ്യോഗിക രംഗത്ത് പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ദൂരദേശ യാത്രയൊക്കെ ആവശ്യമായും വന്നേക്കാം. കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ ഓരോരുത്തരുടെയും പ്രത്യേക ഫലത്തെ ഒന്ന് പറയാം. പുണർദ നക്ഷത്രമാണ് ആദ്യം. പുണർദത്തിന്റെ നക്ഷത്രാധിപൻ തന്നെ വ്യാഴമാണ്. വ്യാഴം 11ലും 12ലുമായിട്ട് വർഷത്തിന്റെ ഏകദേശം കൂടുതൽ ഭാഗവും വ്യാഴം ഗുണം ചെയ്യുന്നുണ്ട്. എന്നാൽ വർഷ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ വ്യാഴം 12ലേക്ക് മറയുന്നുണ്ട്. വ്യാഴം 11ൽ നിൽക്കുന്ന സമയത്ത് പുണർന്ന നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. ധനധാന്യ സമൃദ്ധിയും അഭീഷ്ടസിദ്ധിയും ഒക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ ആയുസ്സും ധനവും ഒക്കെ പുണർന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത പൂയൻ നക്ഷത്രമാണ്. പൂയൻ നക്ഷത്രം ശനിയുടെ നക്ഷത്രമാണ്. നക്ഷത്രാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലാണ്. സ്വക്ഷേത്ര ബലവാനാണ്. അതുകൊണ്ട് തന്നെ പൂയൻ നക്ഷത്രക്കാർക്കും ശനി ദോഷം ഉണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അഷ്ടമത്തിലെ ശനി പൂയൻ നക്ഷത്രക്കാർക്ക് അവിചാരിതമായിട്ടുള്ള ധനനേട്ടവും നൽകിയേക്കാം. ലാഭസ്ഥാനത്തെ വ്യാഴവും നക്ഷത്രാധിപനായിട്ടുള്ള ശനിയുടെ സ്വക്ഷേത്ര ബലവും ഒക്കെ അതീവ ഭാഗ്യവും ധനനേട്ടങ്ങളും അഭീഷ്ടസിദ്ധിയും ഒക്കെ പൂയൻ നക്ഷത്രക്കാർക്ക് നൽകാം. കർക്കിടക്കൂറിൽ വരുന്ന അവസാനത്തെ നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. ബുധന്റെ നക്ഷത്രമാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുണ്ടാകുന്നതാണ്. ഉന്നത പഠനത്തിനും ജോലി നേടുന്നതിനും ഒക്കെ ആയില്യ നക്ഷത്രക്കാർക്ക് സാഹചര്യം ഉണ്ടാകും. വിവാഹത്തിന് തടസ്സമുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് വിവാഹമൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. കൊല്ലവർഷം 1200 ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളാണ് നടക്കുന്നത്. കുംഭമാസത്തിൽ 3 ഗ്രഹയുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. കുംഭം 5, 26, 28 എന്നീ തീയതികളിലാണ് അത്. ശുക്രൻ, ശനി, ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത്. അതുമൂലം കുംഭമാസം ഈ പറഞ്ഞ തീയതിയോട് അടുത്ത സമയങ്ങളിൽ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുമായി കലഹത്തിന് പോകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. അതിനുശേഷം ഇടവമാസത്തിലാണ് പിന്നീട് ഗ്രഹയുദ്ധം ഉണ്ടാകുന്നത്. ബുധനും വ്യാഴവുമാണ് യുദ്ധത്തിൽ ഒന്നിച്ചേരുന്നത്. അതായത് ജൂൺ 8, 9 തീയതികളിലാണ് ഈ ഗ്രഹയുദ്ധം. കർക്കിടക്കൂറുകാർക്ക് ദോഷമില്ല. കർക്കിടക്കൂറിൽ വരുന്ന പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബലം സമ്മിശ്രമാണ്. പൂയ നക്ഷത്രക്കാർക്കും സമ്മിശ്ര വിഷുബലമാണ് പറയേണ്ടത്. ആയില്യ നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി അനുകൂലമാണ്. എന്നിരുന്നാലും ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പൊതുവെ കുഴപ്പമില്ലാത്ത വിഷുബലമായിരിക്കും അടുത്ത വർഷം കർക്കിടക്കൂറുകാർക്ക് വരാനുള്ളത്. കുറച്ചൊക്കെ ദോഷാനുഭവങ്ങളും കുറേയേറെ നല്ല അനുഭവങ്ങളും ഒക്കെ കർക്കിടക്കൂറുകാരെ വരുന്ന വർഷം കാത്തിരിക്കുന്നുണ്ട്. വളരെ ചിട്ടയോടുകൂടി ദോഷപരിഹാരങ്ങൾ ചെയ്ത് ഈശ്വര വിശ്വാസത്തോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയാൽ കർക്കിടക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ട് ഒരു വർഷമായിട്ട് കൊല്ലവർഷം 1200 മാറും എന്നുറപ്പാണ്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ചിങ്ങക്കൂറുകാരുടെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് ശനി, വ്യാഴം, രാഹു, കേതുക്കൾ എന്നീ ഗ്രഹങ്ങളുടെ പ്രധാന ഫലങ്ങളെ പറഞ്ഞതിന് ശേഷം മറ്റ് ഗ്രഹങ്ങളെല്ലാം കൂടി ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഫലത്തെ പറഞ്ഞ് ഒരു വർഷത്തെ വിഷുബലം, ഗ്രഹയുദ്ധം, ഗ്രഹമൗഢ്യം, ഓരോ നക്ഷത്രങ്ങളുടെയും പ്രത്യേകമായിട്ടുള്ള നക്ഷത്ര വിശേഷം, നക്ഷത്രഫലം, ഗ്രഹങ്ങളിലെ രാശിമാറ്റം മൂലമുണ്ടാകുന്ന ഫലം, ഇതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ശനിയുടെ ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കുന്ന ഫലം ഒന്ന് നോക്കാം. ശനി കുംഭൻ രാശിയിലാണ്. ചിങ്ങക്കൂറുകാർക്ക് 7ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുക. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 6ഉം 7ഉം ഭാവാധിപനാണ് ശനി. 7ൽ കുംഭത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണ്. 7ൽ നിൽക്കുന്ന ശനി ചെയ്യുന്ന ഫലത്തെ ഒന്ന് പരിശോധിക്കാം. അസ്തകേ പ്രോഷ്യാങ്കന സംഗമഃ ദൂരാദ്വാടനഃ. പ്രോഷ്യാങ്കന എന്നാൽ ഭൃത്യസ്ത്രീകളുമായിട്ടുള്ള സംഗമം എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു ഫലം ശനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ജാതകത്തിൽ ദോഷമുള്ളവർക്കാണ് അനുഭവത്തിൽ വരിക. സാത്വികരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സംഗമഃ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാത്തരം സ്ത്രീകളുമായിട്ട് നല്ല ബന്ധം പുലർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയണം. എന്നാൽ സ്വഭാവ ദൂഷ്യവും മറ്റുമുള്ളവർക്ക് ആ രീതിയിലും സംഗമം ഉണ്ടാകാം. അതാണ് ആചാര്യൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ശനി 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകത്തിലെ ഗുണങ്ങളും കൂടെ പരിശോധിച്ചു വേണം ഫലത്തെ പൂർണ്ണമായിട്ട് നിശ്ചയിക്കാൻ. എന്നിരുന്നാലും ഭൃത്യസ്ത്രീകളുമായിട്ടുള്ള സംഗമം എന്ന് തന്നെയാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സാഹചര്യത്തെ അറിഞ്ഞു മനസ്സിലാക്കുക. സംസർഗം കൊണ്ടാണ് ഒരു മനുഷ്യൻ ദോഷശാലിയും ഗുണശാലിയുമായി മാറുന്നത്. സംസർഗത്തിലൂടെ ഈ ഫലം മാറി മറിയാം. നേരെ വിപരീത ഫലവും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ലഭിച്ചേക്കാം. കൂടാതെ ദൂരാദ്വാടനം എന്ന് പറയുന്നുണ്ട്. ദൂരദേശ സഞ്ചാരത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. തീർത്ഥയാത്രയൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയം അത്യുത്തമമാണ്.
മറ്റെല്ലാ കാര്യത്തിലും ഗുണാനുഭവങ്ങൾ നൽകിയേക്കാം. 7-ാം ഭാവത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് യോഗകാരകനായിട്ട് 7-ൽ ശനി നിൽക്കുമ്പോൾ അത് ശശമഹായോഗമാണ്. അങ്ങനെ വരുമ്പോൾ നല്ല ഭാര്യാപ്രാപ്തി, നല്ല വിവാഹമൊക്കെ നടക്കാം. നല്ല ദാമ്പത്യാനുഭവങ്ങളും ഫലമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ദോഷം പറഞ്ഞതിൽ നിന്ന് മറ്റ് ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗുണാനുഭവങ്ങളും ചിങ്ങക്കൂറുകാർക്ക് ശനിയുടെ 7-ലെ സ്ഥിതി മൂലം ലഭിച്ചേക്കാം. 29/3/2025 ശനി രാശി മാറി മീനം രാശിയിലേക്ക് എത്തും. ചിങ്ങക്കൂറുകാർക്ക് ശനി അഷ്ടമത്തിലേക്കാണ് സഞ്ചാരം. അഷ്ടമത്തിൽ ശനി നിന്നാലുള്ള ഫലത്തെ കൂടി നോക്കാം. അഷ്ടമഗതേ ദൈന്യം സ്വകൈഹി വിയോഗ എന്നാണ്. അതായത് ദീനസ്വഭാവം വർദ്ധിക്കുക, സ്വജനങ്ങളുമായിട്ട് വേർപാടുണ്ടാകുക എന്നീ ദോഷഫലങ്ങളാണ് പറയുന്നത്. സ്വജനങ്ങളുമായിട്ട് വേർപാടുണ്ടാകുക എന്ന് പറയുമ്പോൾ വിദേശത്ത് പോകാനൊക്കെയുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വന്നേക്കാം എന്നും നമുക്ക് വിവക്ഷിക്കാം. വിദേശ യോഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പക്ഷെ അത് നടക്കാം. പഠനകാര്യങ്ങൾക്കും തൊഴിൽ കാര്യങ്ങൾക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂല സമയമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 29/3/2025 ശേഷം. കൂടാതെ ശനിക്ക് മറ്റു ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നല്ല ഫലങ്ങളും ലഭിക്കുന്നതുമാണ് എന്ന് ആചാര്യൻ പ്രത്യേകം വ്യംഗ്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് എന്ത് ഫലം നൽകുന്നു നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഇപ്പോൾ 10-ലാണ് നിൽക്കുന്നത്. 5ഉം 8ഉം ഭാവാധിപനാണ് വ്യാഴം. 8-ാം ഭാവാധിപത്യം ദോഷമാണ്. എന്നാൽ 5-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നത് അനുകൂലമാണ്. 10-ാം ഭാവത്തിൽ വ്യാഴം നിന്നുള്ള ഫലം നോക്കാം. ദശമസ്ഥിതേതു സ്ഥാനാർത്ഥനാശാധികം എന്നാണ്. അതായത് സ്ഥാനഭ്രംശവും ധനനഷ്ടവും ഒക്കെ ഉണ്ടായേക്കാം. സന്താനങ്ങളുടെ പഠനകാര്യത്തിനും മറ്റും ചെലവ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരിക, ധനനഷ്ടം ഉണ്ടാകുക എന്നീ ദോഷഫലങ്ങളും ഉണ്ടാകാം. എന്നിരുന്നാലും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചൊക്കെ അനുകൂല ഫലങ്ങളും ലഭിച്ചേക്കാം. സ്ഥാനചലനമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല സ്ഥലത്തേക്ക് പ്രമോഷൻ പോലെയുള്ള കാര്യത്തിന് സ്ഥാനചലനം ഉണ്ടാകാനുമുള്ള സാഹചര്യമുണ്ട്. ജാതകത്തിൽ ദശാകാലം നല്ലതാണെങ്കിൽ നല്ല പ്രമോഷനൊക്കെ കിട്ടി ദൂരസ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരിക, അതുമൂലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പൊതുവെ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഉയർച്ചയും ഉണ്ടായേക്കാം. 14/5/2025 വ്യാഴം 10-ാം ഭാവത്തിൽ നിന്ന് മാറി, അതായത് ഇടവൻ രാശിയിൽ നിന്ന് മാറി മിഥുനം രാശിയിലേക്ക് വരും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിലേക്കാണ് വ്യാഴം എത്തുന്നത്. 11-ൽ വ്യാഴം നിൽക്കുന്നത് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ്. ലാഭസ്ഥേ അഭിമതാർത്ഥലബ്ധി ഇതരസ്ഥാനാപ്തിരിത്യാദയ എന്നാണ്. അതായത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സാധിക്കുക, സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാകുക എന്നിവയൊക്കെയാണ് ഫലം. അതായത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 14/5/2025 ശേഷമുള്ള കൊല്ലവർഷം 1200 ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സാധിക്കാനുള്ള നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് രാഹുവിന്റെ ചിങ്ങക്കൂറുകാർക്ക് ചെയ്യുന്ന ഫലം ഒന്ന് നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 8-ാം ഭാവത്തിലാണ്, മീനൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമൂലം സ്വജനങ്ങൾക്ക് അരിഷ്ടത, കർമ്മവിഘ്നം, രോഗപീഠ, ശത്രു ഉപദ്രവം, ത്വക്ക് രോഗങ്ങൾ, മറ്റ് അലർജികൾ എന്നീ രോഗങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. 18/5/2025 രാഹു ചിങ്ങക്കൂറുകാർക്ക് 7-ാം ഭാവത്തിലേക്ക് എത്തും, അതായത് കുംഭം രാശിയിലേക്ക്. അതുമൂലം 7-ലെ രാഹു ചില ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും വ്യാഴം 11-ലേക്ക് വരുമ്പോൾ 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകും. ഈ ദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നതാണ്. രാഹുവിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾക്ക് അവിടെ പ്രസക്തി ഉണ്ടാകില്ല എന്ന് തന്നെ പറയണം. ദാമ്പത്യ പൊരുത്തക്കേടുകൾ, ധനനഷ്ടം, മാനഹാനി, മനക്ലേശം, അന്യദേശവാസം എന്നിവയൊക്കെയാണ് രാഹുവിന്റെ 7-ലെ സ്ഥിതി മൂലം ഫലം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വ്യാഴത്തിന്റെ 11-ലെ സ്ഥിതിയും അതുമൂലം വ്യാഴത്തിന്റെ 7-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയുമൊക്കെ രാഹുവിന് പ്രസക്തി ഇല്ലാതാകും. വ്യാഴത്തിന്റെ 11-ലെ ഫലം തന്നെ ആയിരിക്കും രാഹു നൽകുക. 7-ൽ രാഹു നിൽക്കുമ്പോൾ അത് ദാമ്പത്യത്തിന് ദോഷം ചെയ്യാതെ, രാഹു അനുരാഗത്തിന്റെ കാരകനാണ്. കളത്രവുമായിട്ട് പുതിയ സ്നേഹബന്ധങ്ങളൊക്കെ കൂടുതലായിട്ട് ആത്മബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാഴത്തിന്റെ നല്ല ശിക്ഷണത്തോടുകൂടി രാഹു നല്ലവനാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അന്യദേശവാസം ഉണ്ടാകുന്നത് ഗുണകരമായിട്ടുള്ള തൊഴിൽ ലഭിച്ചുകൊണ്ടാണ് എങ്കിൽ അത് നേട്ടങ്ങൾക്കും വഴിവെച്ചേക്കാം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാർക്ക് കേതുവിന്റെ സ്ഥിതി ഒന്ന് നോക്കാം. കേതു ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. തസ്കരഭയം, മേലധികാരികളുടെ അപ്രീതി, ധനനാശം, വാക്കുമൂലം, ക്ലേശം എന്നിവയാണ് ദോഷഫലങ്ങൾ. 18/5/2025 കേതു കന്നിക്കൂറിൽ നിന്ന് ചിങ്ങക്കൂറിലേക്ക്, അതായത് ചിങ്ങക്കൂറുകാരുടെ ജന്മരാശിയിലേക്ക് എത്തും. അതുമൂലം കേതു ചിങ്ങക്കൂറുകാർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ചിലപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. കുടുംബ ഭദ്രതയൊക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളും ശത്രുക്കളുടെ ഉപദ്രവവും ധനനഷ്ടവും ഒക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും വ്യാഴം മനസ്സിന്റെ ഭാവമായിട്ടുള്ള 5-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും
മൂന്നാം ഭാവത്തിലേക്കും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നത് മൂലം കേതുവിന്റെയും ദോഷങ്ങൾ ഇല്ലാതാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1200 ആദ്യഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ കുറച്ചൊക്കെ ദുരിതപൂർണമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായേക്കാം. കണ്ടശനിയൊക്കെ കഷ്ടപ്പെടുത്തിയേക്കാം. കേസുകൾ, വഴക്കുകൾ, ഊഹക്കച്ചവടങ്ങളിലൊക്കെ നഷ്ടം, ഒളിഞ്ഞിരുന്നുള്ള ശത്രു ഉപദ്രവം എന്നിവ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം സ്ഥിതി പരിശോധിച്ചുകൊണ്ടുള്ള ഫലത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും യുക്തിപൂർവമുള്ള സമീപനത്താൽ ആപത്ഘട്ടങ്ങളെയൊക്കെ മറികടക്കാൻ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തിക ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാം. വ്യാപാര രംഗത്ത് അതികഠിനമായിട്ടുള്ള പ്രയത്നം വേണ്ടി വന്നേക്കാം. അന്യരുമായിട്ട് ചേരുമ്പോൾ അമിത ആത്മവിശ്വാസവും അമിത സൗഹൃദവും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഹൃദ്രോഗികളായിട്ടുള്ളവർ അശ്രദ്ധ ഒഴിവാക്കേണ്ടതാണ്. നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം നടത്തുക. അഗ്നിവാഹനം ഇവ വഴി അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ക്ലേശത്തിന് 7-ലെ ശനിയും പിന്നീടുള്ള രാഹുവിന്റെ സ്ഥിതിയും ഒക്കെ കാരണമായേക്കാം. എന്നിരുന്നാലും ശനിയുടെ സ്വക്ഷേത്ര സ്ഥിതിയും യോഗകാരകത്വവും വ്യാഴത്തിന്റെ പിന്നീടുള്ള അനുകൂല മാറ്റവും പരസ്പര വിട്ടുവീഴ്ചകളിലൂടെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കുമെന്നത് സൂചന നൽകുന്നുണ്ട്. ആദരവും വിനയത്തോടു കൂടിയുള്ള ചിങ്ങക്കൂറുകാരുടെ സമീപനം മൂലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് വിജയം നേടാൻ അവർക്ക് സാധിക്കുന്നതാണ്. വർഷാവസാനം അതിഗംഭീരമാണ്. ചിങ്ങക്കൂറുകാർക്ക് നല്ലൊരു തുടക്കമായിരിക്കും ശനിയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം നൽകുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ പ്രത്യേകം ചില പറയാനുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പരിശോധിക്കാം. മകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാരംഭത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. ധനനഷ്ടം, ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ, പങ്കാളികളിൽ നിന്ന് തിക്താനുഭവങ്ങൾ, യാത്രാ ദുരിതം എന്നിവയും കാണുന്നുണ്ട്. പൂരം നക്ഷത്രക്കാർക്ക് മകര നക്ഷത്രക്കാരിൽ നിന്ന് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിച്ചേക്കാം. പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. 7-ൽ നിൽക്കുന്ന ശനി ശുക്രന്റെ ബന്ധു ആയതുകൊണ്ട് തന്നെ ദുരിതഫലങ്ങൾക്ക് അല്പം ഇളവ് പൂരം നക്ഷത്രക്കാർക്കും വർഷാരംഭത്തിൽ ലഭിച്ചേക്കാം. പിന്നീട് അങ്ങോട്ട് നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക. ഉത്തര നക്ഷത്രം സൂര്യന്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ഉത്തര നക്ഷത്രം 1-ാം പാദം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദുരിതത്തിന് വർധനവുണ്ടായേക്കാം. വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ഉത്തര നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ കൂടിയിരിക്കാം. കൂട്ടുകച്ചവടങ്ങളൊക്കെ പങ്കാളിയുമായി തെറ്റിപ്പിരിയേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. കുടുംബത്തിൽ കലഹമുണ്ടാകാം, ഭാര്യയുമായി വഴക്കുണ്ടാകാം. എന്നിരുന്നാലും ധനപര കാര്യത്തിൽ അല്പം ദുരിതത്തിനൊക്കെ ശാന്തിയും വന്നേക്കാം. കൊല്ലവർഷം 1200-ാം ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളാണ് ഉണ്ടാകുന്നത്. 3 ഗ്രഹയുദ്ധങ്ങൾ കുംഭമാസത്തിലാണ്. കുംഭം 5, 26, 28 എന്നീ തീയതികളിലാണ്. അതായത് ഫെബ്രുവരി 17, മാർച്ച് 10, 12 എന്നീ തീയതികളിൽ. ശുക്രൻ, ശനി, ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് അതിൽ പങ്കാളികളാകുന്നത്. കുംഭം, മീനൻ രാശികളിലായിട്ടാണ് ഗ്രഹയുദ്ധം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാ തടസ്സം ചിങ്ങക്കൂറുകാർക്കുണ്ടായേക്കാം. കൂടാതെ ഇടവമാസത്തിൽ 25, 26 തീയതികളിൽ മറ്റൊരു ഗ്രഹയുദ്ധം, 2 ഗ്രഹയുദ്ധം വരുന്നുണ്ട്. വ്യാഴവും ബുധനുമാണ് അതിൽ പങ്കെടുക്കുക. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അത് ദോഷകരമല്ല. എന്നിരുന്നാലും മേടൻ രാശിയിലായതുകൊണ്ട് തന്നെ പിതാവിന് അല്പം ഭാഗ്യം നഷ്ടപ്പെടുന്ന സമയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ഭാഗ്യത്തിനും അല്പം ഹാനി ഉണ്ടായേക്കാം. എന്നിരുന്നാലും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമൊക്കെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. കൊല്ലവർഷം 1200-ാം ആണ്ട് വരുന്ന വിഷുഫലം മകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിഗംഭീര സമയമാണ്. അതിഗംഭീര ഫലമാണ് നൽകുക. പൂരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് ഗുണത്തിന് ആധിക്യത്തോടു കൂടിയുള്ള ഗുണദോഷ സമ്മിശ്ര ഫലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ചിങ്ങക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമായിട്ട് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. കന്നിക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പറഞ്ഞു നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറിന്റെ രാശിയാധിപൻ ബുധനാണ്. നമുക്ക് ആദ്യം ശനിയുടെ രാശിഫലം നോക്കാം. ശനി കന്നിക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളെ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. ശനി കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 5ഉം 6ഉം ഭാവാധിപനാണ്. ഇപ്പോൾ കുംഭം രാശിയിലാണ്, 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ ശനി നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. അർക്കജെ അരികെ രോഗാണാം ദിഷതാം ചഹാനി എന്നാണ്. അതായത് രോഗം, ശത്രു ഇവകൾക്ക് നാശമുണ്ടാകുക. അതായത് രോഗമുള്ളവർക്ക് രോഗം ഇല്ലാതാകുന്നതാണ്. ശത്രുക്കളുള്ളവരുടെ ശത്രുത അല്ലെങ്കിൽ ശത്രുത ഇല്ലാതാകുന്നതോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ മാറുന്നതോ ഒക്കെയാണ്. 6-ാം ഭാവത്തിൽ ശനി നിന്നാൽ ഗുണഫലങ്ങളാണ് പറയുന്നത്. രാശിയാധിപനായിട്ടുള്ള ബുധന്റെ ബന്ധുഗ്രഹം കൂടിയാണ് ശനി. ശനി സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗുണഫലങ്ങൾക്ക് നല്ല വർധനമുണ്ട്. നല്ല ഫലങ്ങൾ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സന്താനങ്ങൾ മൂലം ധന ലാഭവും ഒക്കെ ഉണ്ടാകാനുള്ള ഭാഗ്യവും ഈ ശനി ചെയ്തേക്കാം. 29
3/2025 ശനി കുംഭം രാശിയിൽ നിന്ന് മാറി മീനം രാശിയിലേക്ക് പോകും. ആ സമയത്ത് കണ്ടകശനി ആരംഭിക്കും. 7ാം ഭാവത്തിലേക്കാണ് ശനി അങ്ങനെ സഞ്ചരിക്കുന്നത്. 7ൽ ശനി നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. അസ്തകെ പ്രേഷ്യാംഗന സംഗമഃ ദൂരാദ്വാടനഃ എന്നാണ്. അതായത് വൃത്തിസ്ത്രീകളുമായിട്ടുള്ള സംഗമം, ദൂരദേശ സഞ്ചാരം മൂലം ക്ലേശമുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളാണ്. 5ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ ഉടലെടുത്തേക്കാം. ചിലപ്പോഴതൊക്കെ ശത്രുതയിലേക്കും പോയി എന്നും വരാം. അങ്ങനെയുള്ള ദോഷഫലങ്ങളാണ് ശനിയുടെ ഈ രാശിമാറ്റം മൂലം പിന്നീട് 29/3/2025 ശേഷം കന്നിക്കൂറുകാർക്കുണ്ടാകുക. എന്നിരുന്നാലും കന്നിക്കൂറിന്റെ അധിപനായിട്ടുള്ള ബുധന്റെ ബന്ധുഗ്രഹമാണ് ശനി. അതൊരു ആശ്വാസം തന്നെയാണ്. അടുത്തത് നമുക്ക് വ്യാഴത്തിന്റെ രാശിഫലം ഒന്ന് നോക്കാം. വ്യാഴം കന്നിക്കൂറുകാർക്ക് എന്ത് ഫലം ചെയ്യുമെന്ന് നോക്കാം. വ്യാഴം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 4ഉം 7ഉം ഭാവാധിപനാണ്. പ്രധാനപ്പെട്ട ഗ്രഹം തന്നെയാണ്. വ്യാഴം വർഷത്തിന്റെ ആരംഭത്തിൽ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. അതായത് 9ാം ഭാവത്തിലാണ്, അതായത് ഭാഗ്യസ്ഥാനത്താണ്. 4ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഫലം എന്തൊക്കെയാണെന്ന് നോക്കാം. ധർമ്മസ്ഥേ ഭാര്യ പുത്ര ധനാഗമഃ നിപുണത സിദ്ധി കർമാജ്ഞയോഹോച്ച എന്നാണ്. അതായത് ഭാര്യാലാഭം ഉണ്ടാകുക, പുത്രന്മാരുടെ സിദ്ധി ഉണ്ടാകുക. അതായത് വിവാഹമൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കാം. പുത്രന്മാരെ ആഗ്രഹിക്കുന്നവർക്ക് പുത്രന്മാരുടെ പുത്രജന്മം ഉണ്ടാകാം. കൂടാതെ ധനലാഭം ഉണ്ടാകാം. കൂടാതെ സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകാം. എന്നാൽ 14/5/2025 വ്യാഴം രാശി മാറി മിഥുനൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. മിഥുനൻ രാശി എന്ന് പറയുന്നത് ബുധന്റെ രാശി തന്നെയാണ്. കന്നിരാശിയുടെ അധിപനായിട്ടുള്ള ബുധന്റെ തന്നെ രാശിയാണ്. കന്നിരാശിയുടെ 10ാം ഭാവത്തിലാണ്. 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്ര നല്ല സ്ഥാനത്തല്ല, അത്ര നല്ല ഫലത്തെ അല്ല ചെയ്യുന്നത്. എന്നിരുന്നാലും രാശിയാധിപനായിട്ടുള്ള ബുധന്റെ രാശിയിലേക്ക് വരുന്നു എന്നുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിലാണെങ്കിലും അല്പം ആശ്വാസകരമാണ്. 10ാം ഭാവത്തിൽ നിന്നാലുള്ള വ്യാഴത്തിന്റെ ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ദശമസ്ഥിതേതു സ്ഥാനാർത്ഥനാശാധികം എന്നാണ്. അതായത് സ്ഥാനഭ്രംശം ഉണ്ടാകാം, ധനനാശം ഉണ്ടാകാം എന്നാണ്. ധനപരമായിട്ട് പല നഷ്ടങ്ങളും ഉണ്ടാകാം, ചെലവുകളൊക്കെ വർദ്ധിക്കാം, കൊടുക്കൽ വാങ്ങലുകളൊക്കെ ആ സമയത്ത് സൂക്ഷിക്കേണ്ടതാണ് എന്നർത്ഥം. കൂടാതെ സ്ഥാനഭ്രംശം ഉണ്ടാകാം. തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റം ഉണ്ടായേക്കാം. ചിലപ്പോൾ തൊഴിലിൽ നിന്ന് തന്നെ മാറ്റം ഉണ്ടാകേണ്ടതായിട്ടുള്ള തൊഴിൽ നഷ്ടം പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാം എന്നർത്ഥം. എന്നിരുന്നാലും ബുധന്റെ രാശിയിലാണ്, രാശിയാധിപന്റെ രാശിയിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അല്പം ഒരു ആശ്വാസം കന്നിക്കൂറുകാർക്ക് ഉണ്ടായേക്കാം. ഇത് 14/5/2025 ശേഷമുള്ള ഫലമാണ്. ഇനി നമുക്ക് രാഹുവിന്റെ കന്നിക്കൂറുകാരുടെ ഫലത്തെ ഒന്ന് നോക്കാം. രാഹു ഇപ്പോൾ മീനൻ രാശിയിലാണ് വർഷാദ്യം നിൽക്കുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവമാണത്. 7ൽ രാഹു നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. ദാമ്പത്യത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കിയേക്കാം, ധനനഷ്ടവും ഉണ്ടാകാം, കൂടാതെ മാനഹാനി ഉണ്ടാകാം, മനക്ലേശം ഉണ്ടാകാം, അന്യദേശത്ത് വസിക്കാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. അതൊരുപക്ഷെ നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം. 18/5/2025 രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് വരികയാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത് 6ാം ഭാവമാണ്. രാഹു 6ൽ നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. രാഹു 6ൽ നിൽക്കുമ്പോൾ സഞ്ചാരം കൊണ്ട് ഗുണ അനുഭവങ്ങൾ ലഭിക്കുക, ശത്രുക്കളുടെ മേൽ വിജയം, ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്നിവയും ഫലമാണ്. കൂടാതെ തൊഴിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാം, രോഗശാന്തി ഉണ്ടാകാം, ആരോഗ്യം കൈവരിക്കാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് കേതുവിന്റെ കന്നിക്കൂറുകാരുടെ രാശിഫലം ഒന്ന് നോക്കാം. കേതു വർഷാദ്യം ജന്മരാശിയിലാണ് നിൽക്കുന്നത്. ജന്മരാശിയിൽ കേതു നിന്നാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ദാമ്പത്യ ഭദ്രതയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം, ധനത്തിന് നഷ്ടം വന്നേക്കാം, കൂടാതെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ഉണ്ടായേക്കാം. 18/5/2025 കേതു രാശി മാറി ചിങ്ങം രാശിയിലേക്ക് എത്തും. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത് 12ാം ഭാവമാണ്. 12ൽ കേതു നിന്നാലുള്ള ഫലത്തെ നോക്കാം. നേത്രരോഗങ്ങൾ ഉണ്ടായേക്കാം, കൂടാതെ കള്ളന്മാരിൽ നിന്ന് ഉപദ്രവം ഉണ്ടായേക്കാം, അഗ്നിഭയം ഉണ്ടാകാം, കൂടാതെ രക്തദൂഷ്യം, ത്വക്ക് രോഗങ്ങൾ എന്നിവ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടായേക്കാം. കൂടാതെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ലേശവും ഉണ്ടായേക്കാം. ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളെ കൂടെ ചേർത്തുകൊണ്ടൊന്ന് പരിശോധിക്കാം. അതായത് വരുന്ന ഒരു വർഷത്തെ പൊതുവായിട്ടുള്ള ഫലങ്ങളെയാണ് പറയുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ധനലാഭം ഉണ്ടാകുന്നതാണ്, ധാന്യങ്ങളുടെയൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ്, വാഹന ലാഭം ഉണ്ടാകുന്നതാണ്, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്, എല്ലാ കാര്യത്തിലും ഉന്നതി ഉണ്ടാകുന്നതാണ്.
പൊതുവെ പല കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകുന്ന സമയം തന്നെയാണ് കന്നിക്കൂറുകാർക്ക്. സർക്കാർ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കന്നിക്കൂറുകാർക്ക് ഉന്നതി ഉണ്ടാകുന്നതാണ്, കൂടുതൽ പ്രയോജനകരമാണ് എന്നർത്ഥം. മറ്റുള്ളവരിൽ നിന്ന് ധനലാഭമൊക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടായേക്കാം, സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചേക്കാം. ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള വർഷം തന്നെയാണ് കൊല്ലവർഷം 1200 കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. പൊതുവെ ഈശ്വരാനുഗ്രഹമുള്ള കാലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗമൊക്കെ മെച്ചപ്പെടുന്നതാണ്. കർമ്മരംഗത്തും വൻ നേട്ടങ്ങൾ ഉണ്ടാകാം. ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാനും ആവിഷ്കരിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഈശ്വരാനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അതിനെ ദുരുപയോഗം ചെയ്യാതെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളോട് മുന്നോട്ട് പോയാൽ കന്നിക്കൂറുകാർക്ക് കൊല്ലവർഷം 1200 നല്ല വർഷം തന്നെയാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് ഉപരിപഠനത്തിന് അനുകൂല സമയമാണ്. ഉന്നത വിജയം നേടാൻ സാധിക്കുന്നതാണ്. കുടുംബജീവിതവും കന്നിക്കൂറുകാരുടെ ഒരു പരിധിവരെ നല്ല സന്തോഷകരമായിരിക്കും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് കഴിയുന്ന കന്നിക്കൂറുകാർക്ക് അതൊക്കെ ലഭിച്ചേക്കാം. സന്താനങ്ങൾ മൂലവും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സന്താനങ്ങളെ ലഭിക്കുന്നതാണ്. കന്നിക്കൂറിൽ വരുന്ന ഓരോ നക്ഷത്രക്കാരെ നമുക്ക് പ്രത്യേകം ഒന്ന് നോക്കാം. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേട്ടങ്ങളൊക്കെ ഉത്തര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അത്ത നക്ഷത്രക്കാർക്ക് പ്രത്യേകമായി വിവാഹ സാധ്യത മറ്റു നക്ഷത്രക്കാരെക്കാൾ കൂടുതൽ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ പ്രണയ സാഫല്യം, സന്താനലാഭം, ധനം, സ്ഥാനമാനങ്ങൾ, ഐശ്വര്യം, സർവോപരി എല്ലാ വിധത്തിലുമുള്ള നിവൃത്തി അത്ത നക്ഷത്രക്കാർക്ക് പൊതുവെ മറ്റു നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടുതലായിട്ടുണ്ടായേക്കാം. ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലാഭങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. എന്നിരുന്നാലും ചിത്തിര നക്ഷത്രക്കാർ കന്നിക്കൂറിൽ വരുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വയുടെ നക്ഷത്രമാണ്. അഗ്നിമാരുത യോഗം വരുന്ന സമയത്തൊക്കെ ചിത്തിര നക്ഷത്രക്കാർ കരുതൽ എടുക്കേണ്ടതാണ് എന്നർത്ഥം. വാഹനം, അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഓരോ സമയത്തും അഗ്നിമാരുത യോഗം വരുമ്പോൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നർത്ഥം. കൊല്ലവർഷം 1200 ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളാണ് സംഭവിക്കുന്നത്. ആദ്യം കുംഭമാസത്തിലാണ് സംഭവിക്കുന്നത്. കുംഭം 5, 26, 28 തീയതികളിൽ ഗ്രഹയുദ്ധങ്ങൾ നടക്കുന്നു. അതായത് 17-2-2025, 10-3-2025, 12-3-2025 എന്നീ തീയതികളിൽ ശനി, ശുക്രൻ, ബുധൻ എന്നീ 3 ഗ്രഹങ്ങളാണ് ഈ ഗ്രഹയുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നത്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഈ സമയത്ത്, അതായത് കുംഭമാസത്തിൽ വാഹനയാത്രയൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാലും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ സമയത്ത് ഗ്രഹയുദ്ധം മൂലം കന്നിക്കൂറുകാർക്ക് ലഭിക്കുക. പിന്നീട് ഇടവം 25-26 തീയതികളിലാണ് ഗ്രഹയുദ്ധം നടക്കുന്നത്. അതായത് ജൂൺ 8-9 തീയതികളിൽ. ഈ സമയത്ത് വ്യാഴം, ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് ഗ്രഹയുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത് ദോഷമില്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വിഷുഫലത്തെ നോക്കാം. ഉത്രം, മുക്കാൽ അവരെ സംബന്ധിച്ച് വിഷുഫലം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. അത്ത നക്ഷത്രക്കാർക്ക് വിഷു വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് നൽകുന്നത്. എന്നാൽ ചിത്തിര ആദ്യ പകുതിയിലെ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ മോശമാണ് വിഷുഫലം പറയുന്നത്. വിഷുഫലമൊക്കെ വിശദമായിട്ട് പിന്നീട് വിഷുക്കാലത്ത് നമുക്ക് സംസാരിക്കാം. പൊതുവെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പൊതുവെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നല്ല കാലം തന്നെയാണ്. ശ്രദ്ധയോടുകൂടി ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാൽ കന്നിക്കൂറുകാർക്ക് വരുന്ന പുതുവർഷം ഗംഭീരമാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. തുലാക്കൂറുകാരുടെ ഫലത്തെ പറയാം. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറ് ശുക്രന്റെ രാശിയാണ് തുലാം രാശി. പൊതുവായിട്ട് ഈ പുതുവർഷത്തെ ഫലം പറയുമ്പോൾ ശനി, വ്യാഴം, രാഹു, കേതുക്കൾ എന്നിവരുടെ പ്രധാന ഫലങ്ങളെ പറഞ്ഞതിന് ശേഷം മറ്റ് ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി മൂലമുള്ള ഫലങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് പൊതുവായിട്ടുള്ള ഫലങ്ങളെയും അവതരിപ്പിച്ച് ഗ്രഹയുദ്ധം, മൗഢ്യം, വിഷുഫലം എന്നീ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ഓരോ നക്ഷത്രക്കാരെയും വിലയിരുത്തിക്കൊണ്ടുള്ള ഫലമാണ് അവതരിപ്പിക്കുന്നത്. അതായത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് സമ്പൂർണ്ണ ഫലം ഇതിലുണ്ട് എന്നർത്ഥം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് തുലാക്കൂറുകാരുടെ കൊല്ലവർഷം 1200 ആണ്ടിന്റെ ഫലത്തെ നോക്കാം. ആദ്യം നമുക്ക് ശനിയുടെ ഫലത്തെ നോക്കാം. ശനി തുലാക്കൂറുകാരെ സംബന്ധിച്ച് 4ഉം 5ഉം ഭാവാധിപനാണ്. കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ഏറ്റവും ഗുണം ചെയ്യേണ്ട ഗ്രഹമാണ്. 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശുക്രന്റെ ബന്ധുഗ്രഹമാണ് ശനി. അതുകൊണ്ട് തന്നെ അനുകൂല ഫലങ്ങൾ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും 5ൽ നിൽക്കുമ്പോൾ ചില ദോഷഫലങ്ങളുണ്ട്. ആ ദോഷഫലങ്ങൾ ഒഴിച്ച് മറ്റു ഗുണഫലങ്ങളും ശനി ചെയ്യും. ശനിയുടെ 5ലെ നിൽക്കുന്ന ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. പുത്രകേ നിജ ആത്മവിയോഗേഹി എന്നാണ്. അതായത് 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പുത്രന്മാരുമായിട്ട് വിയോഗം ഉണ്ടാകാം എന്നർത്ഥം. അതായത് പുത്രന്മാരിൽ നിന്ന് അകന്നു താമസിക്കുകയോ മറ്റോ
വേണ്ടി വന്നേക്കാം എന്നർത്ഥം. മറ്റു ഗുണങ്ങളൊക്കെ ശുക്രന്റെ ബന്ധുഗ്രഹം കൂടിയായിട്ടുള്ള ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതുകൊണ്ട് തുലാക്കൂറുകാർക്ക് ലഭിക്കുമെന്ന് തന്നെ പറയണം. 29/3/2025 ശനി കുംഭം രാശിയിൽ നിന്ന് മാറി മീനൻ രാശിയിലേക്ക് പോകും. അപ്പോൾ തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിലായിരിക്കും ശനി വരിക. 6ാം ഭാവത്തിൽ ശനി നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. അർക്കജെ അരികെ രോഗാണാം ദുഷതാം ചഹാനി എന്നാണ്. അതായത് രോഗത്തിന് ശമനം ഉണ്ടാകുന്നതാണ്, ശത്രുക്കൾ ഇല്ലാതാകുന്നതാണ്, ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതായി നല്ല സ്വസ്ഥമാകുന്നതാണ് എന്നർത്ഥം. തുലാക്കൂറുകാർക്ക് വ്യാഴം എന്തെല്ലാം ഫലങ്ങളെ നൽകുമെന്ന് നോക്കാം. വ്യാഴം തുലാക്കൂറുകാർക്ക് 3ഉം 6ഉം ഭാവാധിപനാണ്. അത്ര നല്ല ശുഭഫലത്തെ നൽകുന്ന ഭാവാധിപത്യം അല്ലാതെ വ്യാഴം തുലാക്കൂറുകാരുടെ 8ാം രാശിയിലാണ് നിൽക്കുന്നത്. തുലാക്കൂറിന്റെ അധിപനായിട്ടുള്ള ശുക്രന്റെ തന്നെ രാശിയായിട്ടുള്ള ഇടവൻ രാശിയിലാണ് വർഷത്തിന്റെ ആരംഭത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ശുക്രന്റെ തന്നെ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ അല്പം ഒരു ആശ്വാസം ഉണ്ടാകുമെന്ന് പറയാം. വ്യാഴത്തിന്റെ അഷ്ടമസ്ഥിതി മൂലം തുലാക്കൂറുകാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുമെന്നൊന്ന് പരിശോധിക്കാം. അഷ്ടമേ തീവ്ര ദുഃഖ ഗതാതിബന്ധനം അജസ്രാധ്വാടനം എന്നാണ്. അതായത് കഠിനമായ ദുഃഖം ഉണ്ടായേക്കാം, കഠിനമായ രോഗങ്ങൾ ഉണ്ടായേക്കാം, ബന്ധനങ്ങൾ ഉണ്ടായേക്കാം, കൂടാതെ യാത്ര മൂലം ക്ലേശിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയും വന്നേക്കാം. ദോഷഫലങ്ങളാണ് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുക. എന്നിരുന്നാലും രാശിയാധിപനായിട്ടുള്ള ശുക്രന്റെ തന്നെ രാശിയിലാണ് വ്യാഴം പോയി നിൽക്കുന്നത് എന്നതുകൊണ്ട് അല്പം ഒരു ആശ്വാസവും ഉണ്ടാകാം എന്നർത്ഥം. വ്യാഴം 14/5/2025 രാശി മാറി 9ാം ഭാവത്തിലേക്ക് പോകും. അതായത് മിഥുനൻ രാശിയിൽ, ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനൻ രാശിയിൽ. ശുക്രന്റെ ബന്ധുഗ്രഹമാണ് ബുധൻ. 9ൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ കൂടി ഒന്ന് പരിശോധിക്കാം. ധർമ്മസ്ഥേ ഭാര്യാപുത്ര ധനാഗമ നിപുണതാ സിദ്ധി കർമാജ്ഞയോഹോച്ച എന്നാണ്. അതായത് ഭാര്യ ലബ്ധി ഉണ്ടാകും, അതായത് വിവാഹം നടക്കാനുള്ള സാധ്യതകളുണ്ട്. സന്താന പ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാം. കൂടാതെ ധനലാഭം ഉണ്ടാകുന്നതാണ്. സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ കർമ്മസിദ്ധി ഉണ്ടാകുന്നതാണ്. തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല തൊഴിൽ ലഭിച്ചേക്കാം. കൂടാതെ നല്ല ആജ്ഞാശക്തി ഉണ്ടാകുന്നതാണ്. അതായത് നല്ല പൗരുഷവും പ്രസരിപ്പും ഉണ്ടാകുന്നതാണ്. നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകുന്നതാണ് എന്നർത്ഥം. ഇനി നമുക്ക് തുലാക്കൂറുകാർക്ക് രാഹു ചെയ്യുന്ന ഫലത്തെ ഒന്ന് നോക്കാം. തുലാക്കൂറിന്റെ 6ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. 6ൽ രാഹു നിന്നാലുള്ള ഫലത്തെ നോക്കാം. സഞ്ചാരം മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൂടാതെ ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകുന്നതാണ്, ധനനേട്ടം ഉണ്ടാകുന്നതാണ്, തൊഴിലിലൊക്കെ അപ്രതീക്ഷിത പുരോഗതി ഉണ്ടാകുന്നതാണ്. കൂടാതെ രോഗശാന്തി ഉണ്ടാകുന്നതാണ്. അതായത് പൊതുവെ ആരോഗ്യം കൈവരിക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. തുലാക്കൂറുകാർക്ക് 18/5/2025 രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തും. അതായത് 5ാം ഭാവത്തിലേക്ക് വരും. 5ാം ഭാവത്തിൽ രാഹു വരുന്നതോടുകൂടി തൊഴിലിൽ അല്പസ്വല്പം പ്രശ്നങ്ങൾ രാഹു ഉണ്ടാക്കിയേക്കാം. ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ തകരാറിലായേക്കാം. പ്രണയബന്ധങ്ങളൊക്കെ ചിലപ്പോൾ തകരാറിലായേക്കാം. ചില പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുത്തേക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാകുന്നതാണ്. ധനനഷ്ടം ഉണ്ടായേക്കാം. വ്യാഴത്തിന്റെ ദൃഷ്ടിയിലാണ് രാഹു വരിക. അതുകൊണ്ട് തന്നെ അല്പം ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞിരിക്കുകയും ചെയ്യും എന്ന് പറയാം. ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ രാശിസ്ഥിതി മൂലമുള്ള പൊതുവായിട്ടുള്ള ഫലത്തെ ഒന്ന് ചിന്തിക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ്. ചില ഘട്ടങ്ങളിലൊക്കെ സന്താന ദുരിതം ഉണ്ടായേക്കാം. തൊഴിൽപരമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങളും ഒക്കെ തുലാക്കൂറുകാർ ചിന്തിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ് തുലാക്കൂറുകാർക്ക് പുതുവർഷം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്നർത്ഥം. കുടുംബജീവിതത്തിലൊക്കെ അല്പസ്വല്പം അസ്വസ്ഥതകളും ഉണ്ടായേക്കാം, നേട്ടങ്ങളും ഉണ്ടായേക്കാം. അനാവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒഴിവാക്കുക. പുതിയ തൊഴിലൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ പണം മുടക്കിയുള്ള തൊഴിലുകളൊക്കെ കഴിവതും ഒഴിവാക്കുക. അങ്ങനെ വരുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് വേണം ചെയ്യാൻ. ചതുവ് പറ്റാതെ ശ്രദ്ധിക്കണം എന്നർത്ഥം. എന്നിരുന്നാലും തുലാക്കൂറുകാർക്ക് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മഹത് വ്യക്തികളുടെയൊക്കെ ഉപദേശങ്ങളും അതുമൂലം പ്രയോജനകരമായിട്ടുള്ള അവസരങ്ങളും ഒക്കെ വരാം. ഇനി നമുക്ക് തുലാക്കൂറിൽ വരുന്ന ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേക ഫലങ്ങളെ ഒന്ന് നോക്കാം. ചിത്തിരയാണ്. ചിത്തിരയുടെ 2ാം പകുതി തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ചോതി നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നർത്ഥം. അവർക്ക് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ യോജിക്കാത്തതായിട്ടുള്ള പ്രണയബന്ധങ്ങളിലൊക്കെ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് പൊതുവെ ചോതി നക്ഷത്രക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുഷ്പേര് കേൾക്കാനുള്ള സാഹചര്യമുണ്ട് എന്നർത്ഥം. തുലാക്കൂറിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാരെ വ്യാഴമാണ് നക്ഷത്രത്തിന്റെ അധിപൻ. വ്യാഴം ആദ്യം അഷ്ടമത്തിലാണെങ്കിലും വർഷത്തിന്റെ അവസാനത്തോടുകൂടി 9ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ഗുണഫലത്തെ നൽകും. അതുകൊണ്ട് തന്നെ 8ാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് രോഗാരിഷ്ടതകളൊക്കെ വ്യാഴം നൽകിയേക്കാം. പിന്നീട് അത് ഭാഗ്യമായി മാറിയേക്കാം. സാമ്പത്തിക ഭാവത്തിലോ ദൈവ
ദൈവാദിനത്തിലോ വിശാഖ നക്ഷത്രക്കാർക്ക് കുറവില്ല എന്ന് തന്നെ പറയണം. എന്നിരുന്നാലും വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന കാലത്ത് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം, സന്താനങ്ങൾ മൂലം ക്ലേശം ഉണ്ടായേക്കാം, തൊഴിലിൽ സ്തംഭനവും മാനസിക ക്ലേശവും ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വിശാഖ നക്ഷത്രക്കാർ വർഷത്തിന്റെ ആദ്യ പകുതി ശ്രദ്ധിക്കുക, പിന്നീടുള്ള പകുതി ഗുണകരമാണ്. കൊലവർഷം 1200 ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളാണ് നടക്കുന്നത്. കുംഭമാസത്തിലാണ് ആദ്യം. കുംഭം 5, 26, 28 എന്നീ തീയതികളിലാണ്. ശുക്രൻ, ശനി, ബുധൻ എന്നീ 3 ഗ്രഹങ്ങളാണ് അതിൽ ബന്ധപ്പെടുന്നത്. അതായത് 17-2-2025, 10-3-2025, 12-3-2025 എന്നീ ദിവസങ്ങളാണ്. ഈ ഗ്രഹയുദ്ധങ്ങൾ മൂന്നിലും തുലാക്കൂറുകാരെ സംബന്ധിച്ച് ദോഷങ്ങളില്ല എന്നർത്ഥം. അതിനുശേഷം ഇടവം 25-26 തീയതികളിലാണ് ഗ്രഹയുദ്ധം നടക്കുന്നത്. അതായത് ജൂൺ 8-9 തീയതികൾ. ബുധനും വ്യാഴവുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇതും തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ പൊതുവായിട്ടുള്ള വിഷുഫലത്തെ ഒന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ ദോഷമാണ് വിഷുഫലം പറയുന്നത്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ദോഷങ്ങൾക്കായിരിക്കും കൂടുതൽ സാധ്യത. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. വിശാഖം മുക്കാലാണ് തുലാക്കൂറിൽ വരുന്നത്. വിശാഖംകാരെ സംബന്ധിച്ച് മധ്യമമായിട്ടുള്ള വിഷുഫലമാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് തുലാക്കൂറിൽപ്പെട്ടവരെ കുറിച്ച് പറയാനുള്ളത്. തുലാക്കൂറുകാർക്ക് കൊലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകുമെന്നുള്ള സമ്പൂർണ്ണ വിലയിരുത്തലാണ് ഈ വീഡിയോയിൽ ചെയ്തത്. ഇന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് ശനി എന്തെല്ലാം ഫലത്തെ നൽകുമെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ശനി വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പോൾ 4-ാം ഭാവത്തിലാണ്, കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്. 3-4 ഭാവാധിപനാണ് ശനി. 3-4 ഭാവാധിപത്യം യോഗകാരകത്വം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഗ്രഹമാണ് ശനി. രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയുടെ ശത്രുഗ്രഹമാണെങ്കിൽ പോലും വൃശ്ചികക്കൂറുകാർക്ക് ശനി നല്ല ഫലത്തെയാണ് നൽകുന്നത്. ഗോചരത്തിൽ ശനി 4-ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ബന്ധുസ്ഥേ കുടിലാത്മതാ നിജി ഭാര്യാധനാദ്യേഹി വിരഹജ സർവൈഹി കലഹസ്യാൽ എന്നാണ്. അതായത് കൗടില്യമുള്ള മനസ്സ്, അതായത് ഈ കാലത്ത് കുടിലതയുള്ള മനസ്സുണ്ടാകാം. ഭാര്യ, ധനം എന്നിവയ്ക്ക് ഹാനി ഉണ്ടാകാം. ഭാര്യ, ധനം എന്നിവരുമായിട്ടുള്ള വേർപാട്, അതായത് ഭാര്യയോടും കുടുംബത്തോടും ഒക്കെ അകന്ന് കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരിക. ധനനഷ്ടവും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അമിതമായിട്ടുള്ള ചെലവുകളും ഉണ്ടായേക്കാം. കൂടാതെ എല്ലാവരോടും കലഹത്തിനുമുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. 29-3-2025 ശനി രാശി മാറി മീനൻ രാശിയിലേക്ക് എത്തും. ശനി കുംഭൻ രാശിയിൽ നിൽക്കുമ്പോൾ അത് സ്വക്ഷേത്ര ബലവാനാണ്. അത് നല്ല ഗ്രഹയോഗം തന്നെയായി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറവായിരിക്കും. ഈ പറഞ്ഞ ദോഷഫലങ്ങള് ജാതകത്തിൽ ദോഷഫലമാണെങ്കിൽ അനുഭവത്തിൽ വന്നേക്കാം. അല്ലാത്ത പക്ഷം ഗുണഫലങ്ങളും ലഭിക്കും. ദോഷഫലങ്ങളോടൊപ്പം ശനി കേന്ദ്രഭാവത്തിൽ നിൽക്കുമ്പോൾ ഗുണഫലങ്ങളും ലഭിക്കുമെന്നാണ് ആചാര്യൻ വ്യംഗ്യമായിട്ട് പറയുന്നത്. അതായത് 29-3-2025 മീനൻ രാശിയിലേക്ക് മാറുമ്പോഴുള്ള ഫലത്തെ ഒന്ന് നോക്കാം. പുത്രകേ നിജ ആത്മജ വിയോഗ എന്നാണ്. സ്വന്തം പുത്രന്മാരോട് വിയോഗമുണ്ടാകുക എന്നാണ്. അതായത് സ്വന്തം പുത്രന്മാരിൽ നിന്ന് അകന്നു കഴിയേണ്ട സാഹചര്യം വരിക എന്നർത്ഥം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം എന്ത് ഫലം ചെയ്യുമെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7-ാം ഭാവത്തിലാണ്, ഇടവൻ രാശിയിലാണ് വ്യാഴം നിലകൊള്ളുന്നത്. വ്യാഴം 2-5 ഭാവാധിപനാണ്. ഗുണഫലങ്ങൾ നൽകേണ്ട ഗ്രഹം തന്നെയാണ്. 7-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. ദിഷണേ സപ്തമേ ദീവാങ് നൈപുണം അർദ്ധസിദ്ധി തരുണി ഭോഗാധികം എന്നാണ്. അതായത് ബുദ്ധിസാമർഥ്യം ഉണ്ടാകുക, വാക് സാമർഥ്യം ഉണ്ടാകുക, കാര്യസിദ്ധി ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ഭോഗസുഖം അനുഭവത്തിൽ വരിക എന്നിവയാണ്. 14-5-2025 വ്യാഴം രാശി മാറി മിഥുനൻ രാശിയിലേക്ക് മാറും. വൃശ്ചികക്കൂറുകാർക്ക് അത് 8-ാം രാശിയാണ്. അഷ്ടമത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. അഷ്ടമേ തീവ്ര ദുഃഖ ഗതാനി ബന്ധനം അജസ്രാദ്വാടനം എന്നാണ്. അതായത് കഠിനമായ ദുഃഖം ഉണ്ടാകുക, രോഗ ദുരിതങ്ങൾ ഉണ്ടാകുക, ബന്ധനം ഉണ്ടാകുക, എപ്പോഴും യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുക, അതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. ഇനി നമുക്ക്
വൃശ്ചികക്കൂറുകാർക്ക് രാഹുവിന്റെ ഫലം ഒന്ന് നോക്കാം. 5ാം ഭാവത്തിലാണ് വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പോൾ രാഹു നിൽക്കുന്നത്. രാഹു ഇപ്പോൾ മീനൻ രാശിയിലാണ്. 5ൽ നിന്നാലുള്ള ഫലത്തെ നമുക്ക് നോക്കാം. തൊഴിലിൽ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തകരാറിലായേക്കാം. ധനനഷ്ടം ഉണ്ടായേക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് അരിഷ്ടതയും ഉണ്ടായേക്കാം. 18/5/2025 രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തും. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അത് 4ാം ഭാവത്തിലാണ്. 4ൽ രാഹു നിന്നാലുള്ള ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ദാമ്പത്യപരമായി ക്ലേശങ്ങൾ ഉണ്ടാക്കിയേക്കാം. ധനനഷ്ടം ഉണ്ടാക്കിയേക്കാം. കൂടാതെ മനോദുഃഖം ഉണ്ടാക്കിയേക്കാം. സ്വജനങ്ങളുമായി കലഹിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകാം. കൂടാതെ ബന്ധുക്കളുമായി ശത്രുതയും ഉണ്ടാകാം. അതുകൂടാതെ കുടുംബ സുഖഹാനി ഉണ്ടാകാം. മാതാവിന് സുഖക്കുറവ് ഉണ്ടാകാം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് കേതുവിന്റെ ഫലം നോക്കാം. കേതു 11ാം ഭാവത്തിലാണ്, കന്നിരാശിയിലാണ്. 11ൽ കേതു നിന്നാലുള്ള ഫലത്തെ നോക്കാം. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായം ലഭിക്കുന്ന കാലമാണ്. തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. ധനലാഭം ഉണ്ടാകുന്നതാണ്. ആരോഗ്യം ഉണ്ടാകുന്നതാണ്. 18/5/2025 കേതു കന്നിരാശിയിൽ നിന്ന് മാറി ചിങ്ങം രാശിയിലേക്ക് എത്തും. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അത് 10ാം ഭാവമാണ്. 10ാം ഭാവത്തിൽ കേതു നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. അപവാദം കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. കർമ്മത്തിൽ സ്തംഭനാവസ്ഥ ഉണ്ടായേക്കാം. കൂടാതെ ധനനഷ്ടം ഉണ്ടായേക്കാം. ശത്രുക്കളുടെ പീഡയൊക്കെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ഇനി നമുക്ക് മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ഫലം ചേർത്ത് വെച്ചുകൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് പുതുവർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകാം എന്ന് പരിശോധിക്കാം. എന്തൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിലും ഈശ്വരാധീനമുള്ള സമയമായിരിക്കും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. പൂർവികരുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ്. കൂടാതെ ഉദ്യോഗലബ്ധിയും സുഖസമൃദ്ധിയും ഉണ്ടാകുന്നതാണ്. പൊതുവെ പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് എന്നൊക്കെ പറയാമെങ്കിലും പല കാര്യങ്ങൾക്കും ഭാഗ്യാനുഭവങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് എല്ലാ ഗ്രഹങ്ങളുടെയും ഫലത്തെ ചിന്തിക്കുമ്പോൾ പൊതുവായിട്ട് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. ആഗ്രഹങ്ങൾ പലതും നിറവേറ്റാൻ സാധിക്കുന്ന സമയമാണ്. കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അകൽച്ചയൊക്കെ മാറിക്കിട്ടും. കേസുകളിലും മറ്റും അനുകൂല വിധി ഉണ്ടാകുന്നതാണ്. വ്യാപാര മേഖലയിലൊക്കെ ഉള്ളവർക്ക് പഴയ പ്രതാപങ്ങളൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കും. എന്നാൽ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുകൂടാതെ ഈ സമയത്ത് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ കരുതൽ എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റം നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ചില എതിർപ്പുകളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതിനെയൊക്കെ ധീരമായി നേരിട്ട് വിജയം കൈവരിക്കുന്നതാണ്. അപവാദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആലോചനാശൂന്യമായി പെരുമാറാതിരിക്കുക. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് കേതു ചിങ്ങം രാശിയിലേക്ക് എത്തുന്ന സമയത്ത് ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള പ്രാർത്ഥനയും മറ്റും ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറിൽ വരുന്ന ഓരോ നക്ഷത്രക്കാരുടെയും വിശേഷ ഫലങ്ങളെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം. വിശാഖ നക്ഷത്രമാണ് ആദ്യത്തെ നക്ഷത്രം. വിശാഖ നക്ഷത്രത്തിന്റെ കാൽഭാഗം വൃശ്ചികക്കൂറിലാണ്. അവരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കും. ജോലി സംബന്ധമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതാണ്. വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. രണ്ടാമത്തെ നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാർക്കും ഉന്നതമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. അനിഴ നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത ശനിയാണ്. ശനി 4ാം ഭാവത്തിൽ യോഗകാരകനായി നിൽക്കുന്ന സമയത്ത് അനിഴ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഇവർക്ക് ഈ സമയത്ത് വസ്തുവാഹനം, ഉന്നത ഉദ്യോഗലബ്ധി, ബന്ധുബല സിദ്ധി എന്നീ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. 3ാമത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ഇത് ബുധന്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ബന്ധുഗ്രഹമായിട്ടുള്ള ശനി 4ാം ഭാവത്തിലും 5ലും ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിദ്യാവിജയം ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചൊവ്വയുടെ രാശിയാണ്. അങ്ങനെ വരുമ്പോൾ അഗ്നിമാരുത യോഗം സംഭവിക്കുന്ന സമയങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനിഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അഗ്നിമാരുത യോഗത്തിന്റെ ദോഷഫലങ്ങൾ വൃശ്ചികക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ആ സമയത്ത് ഉണ്ടായേക്കാം. ആ സമയത്ത് വേണ്ട പരിഹാര കർമ്മങ്ങളെ ചെയ്യുക. അഗ്നിമാരുത യോഗം വരുന്ന സമയത്തും കാളസർപ്പ യോഗം തുടങ്ങിയ ദോഷയോഗങ്ങളൊക്കെ വരുന്ന സമയത്തും പ്രേക്ഷകർക്കായിട്ട് ആ സമയത്ത് പ്രത്യേകം വീഡിയോ ഞാൻ സാധാരണ ചെയ്യാറുണ്ട്. വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യാനും എന്തെല്ലാം ദോഷങ്ങൾ അത്തരത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ നിങ്ങൾക്ക് മനസ്സിലാകാനും ഒക്കെ അതുവഴി സാധിക്കും. അഗ്നിമാരുത യോഗവും മറ്റും നടക്കുന്ന സമയത്ത് ക്ഷിപ്രകോപം, മനസ്സിന് ചാഞ്ചല്യം, അക്രമ സ്വഭാവം എന്നിവ വൃശ്ചികക്കൂറുകാരെ ബാധിച്ചേക്കാം. പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്രക്കാരെ. വരുന്ന പുതുവർഷത്തിൽ 5 ഗ്രഹയുദ്ധമാണ് നടക്കുന്നത്. കുംഭമാസത്തിൽ 3 ഗ്രഹയുദ്ധങ്ങൾ നടക്കുന്നു. ശനി, ശുക്രൻ, ബുധൻ എന്നീ 3 ഗ്രഹങ്ങളാണ് ഈ ഗ്രഹയുദ്ധത്തിൽ പങ്കെടുക്കുക. ഗ്രഹയുദ്ധം നടക്കുന്ന സമയം
വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല. ഫെബ്രുവരി 17, മാർച്ച് 10, മാർച്ച് 12 എന്നീ തീയതികളിലാണ് ഈ ഗ്രഹയുദ്ധം ആദ്യത്തേത് നടക്കുന്നത്. അതിനുശേഷം ഇടവമാസത്തിൽ വീണ്ടും വ്യാഴം, ബുധൻ എന്നിവരുടെ ഗ്രഹയുദ്ധം നടക്കും. അത് ജൂൺ 8, 9 തീയതികളാണ്. അതും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ആ സമയം അത്ര അനുകൂല സമയമല്ല. ഇനി നമുക്ക് വിഷുബലം വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് ഏകദേശം ഒന്ന് നോക്കാം. വിശദമായിട്ടുള്ള വിഷുബലം വിഷുക്കാലത്ത് നൽകുന്നതാണ്. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബലം മധ്യമമാണ്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചും വിഷുബലം മധ്യമമാണ്. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ളതാണ് വിഷുബലം. ഇത്രയും കാര്യങ്ങളാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ധനുക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. നക്ഷത്രഫലം പറയുമ്പോൾ ശനി, വ്യാഴം, രാഹു, കേതുക്കൾ, മറ്റ് ഗ്രഹങ്ങൾ എന്നിവരുടെ പ്രത്യേക ഫലങ്ങളെ ക്രമത്തിൽ പറഞ്ഞുകൊണ്ട് പൊതുവായിട്ടുള്ള നക്ഷത്രഫലവും ഓരോ നക്ഷത്രങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വിശേഷ ഫലങ്ങളും ഗ്രഹയുദ്ധം, ഗ്രഹമൗഢ്യം, വിഷുഫലം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള അവയുടെയൊക്കെ ഫലങ്ങളും ചേർത്തുകൊണ്ടുള്ള സമ്പൂർണ്ണ ഫലമാണ് അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ധനുക്കൂറുകാരുടെ പുതുവർഷം എങ്ങനെയുണ്ടായിരിക്കും എന്ന് പരിശോധിക്കാം. ധനുക്കൂറുകാർക്ക് ശനി 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 2ഉം 3ഉം ഭാവാധിപനാണ് ശനി. കുംഭം രാശിയില് ശനിയുടെ സ്വക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത്. ശനി 3-ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലമൊന്ന് നോക്കാം. ഭ്രാതൃസ്ഥേ മഹിഷദ്വിപാദിക ധനാരോഗ്യാദ്യഭീഷ്ടാഗമാഹ എന്നാണ്. പോത്തെ, ആന തുടങ്ങിയ നാൽക്കാലികൾ ലഭിക്കുകയോ അതിൽ നിന്ന് ലാഭവും ധനവും ലഭിക്കുകയോ ഒക്കെ ചെയ്യാം. കൂടാതെ ധനലാഭം ഉണ്ടാകുന്നതാണ്, ആരോഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്, അഭീഷ്ട സിദ്ധിയും ഫലമായിട്ട് പറയണം. കുംഭത്തിൽ നിൽക്കുന്ന ശനി 29/3/2025 മീനൻ രാശിയിലേക്ക് മാറും. ധനുക്കൂറുകാരെ സംബന്ധിച്ച് അത് 4-ാം ഭാവമാണ്. 4-ാം ഭാവം എന്നത് കണ്ടക രാശിയാണ്, കണ്ടക ശനിയാണ്. അന്നേരം നമുക്ക് 4-ാം ഭാവത്തിൽ ശനി നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. ബന്ധുസ്ഥേ കുടിലാത്മത നിജൈഹി ഭാര്യാധനാദ്യ വിരഹജ സർവൈഹി കലഹസ്യാൽ എന്നാണ്. അതായത് കൗടില്യമുള്ള മനസ്സുണ്ടാകുക, തന്റെ സ്വന്തം ഭാര്യയുമായിട്ട് വിരഹമുണ്ടാകുക, അകന്നു കഴിയേണ്ടി വരിക. കൂടാതെ ധനമുണ്ടെങ്കിലും ധനമില്ലാത്ത അവസ്ഥ, ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യതകൾ, അതോടൊപ്പം തന്നെ എല്ലാവരുമായിട്ടും കലഹിക്കാനുമുള്ള സാഹചര്യങ്ങളൊക്കെ വരിക. ഇതൊക്കെയാണ് ശനി 4-ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലം. എന്നാൽ ധനുക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ രാശിയിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാശ്യാധിപനായിട്ടുള്ള വ്യാഴത്തിന്റെ സ്വാധീനത്തിലും ശനി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് അല്പം ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞിരിക്കാം. ശനിയുടെ ദോഷഫലങ്ങൾ പറയുമ്പോൾ ഈ പ്രത്യേകം പറയുന്ന ദോഷഫലങ്ങളെ കൂടാതെ മറ്റു ഗുണഫലങ്ങളൊക്കെ ശനിയിൽ നിന്ന് ലഭിക്കുന്നതുമാണ് എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ധനുക്കൂറുകാർക്ക് വ്യാഴം ചെയ്യുന്ന ഫലത്തെ ഒന്ന് നോക്കാം. വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ്. ധനുക്കൂറുകാർക്ക് അത് 6-ാം ഭാവമാണ്. ജന്മരാശിയുടെ അധിപനും 4-ാം ഭാവത്തിന്റെ അധിപനുമാണ് വ്യാഴം. വ്യാഴം 6-ൽ നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. ഷഷ്ടഭേസ് തസ്തുഷി തൽ സാധനെ സത്യബി സുഖം നഹി എന്നാണ്. അതായത് സുഖഭോഗ വസ്തുക്കളെല്ലാം ധാരാളമുണ്ടെങ്കിൽ പോലും അതൊന്നും അനുഭവത്തിൽ വരാതെ സുഖം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകാം. 14/5/2025 വ്യാഴം രാശി മാറി 7-ാം ഭാവത്തിലേക്ക് എത്തും. മിഥുനം രാശിയിലേക്കാണ് വ്യാഴം എത്തുന്നത്. 7-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. ദിഷണേ സപ്തമേ ദീവാങ് നൈപുണമർദ്ധസിദ്ധി തരുണി ഭോഗാധികം എന്നാണ്. ബുദ്ധിസാമർഥ്യം, വാഗ്സാമർഥ്യം, ഭോഗസുഖം എന്നിവയൊക്കെ ഉണ്ടാകാം. വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വിവാഹം ഉറപ്പിക്കുക, പ്രേമബന്ധങ്ങളിലൊക്കെ പുതിയതായിട്ട് ഏർപ്പെടുക എന്നീ ഫലങ്ങളും നമുക്ക് ഇതിൽ നിന്ന് പറയാം. ഇനി നമുക്ക് രാഹു ധനുക്കൂറുകാർക്ക് ചെയ്യുന്ന ഫലത്തെ നോക്കാം. രാഹു ഇപ്പോൾ മീനൻ രാശിയിലാണ്, 4-ാം ഭാവത്തിലാണ്. 4-ൽ രാഹു നിന്നാലുള്ള ഫലത്തെ നോക്കാം. 4-ൽ നിൽക്കുന്ന രാഹു ദാമ്പത്യ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ധനനഷ്ടം ഉണ്ടാക്കുന്നതാണ്. മനോദുഃഖവും ബന്ധുക്കളുമായി കലഹവും പൊതുവെ സ്വജനങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഉള്ള കലഹവും സുഖഹാനിയും മാതാവിന് ക്ലേശവും ഒക്കെ പറയാവുന്നതാണ്. 18/5/2025 രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തും. ധനുക്കൂറുകാർക്ക് അത് 3-ാം ഭാവമാണ്. 3-ൽ രാഹു നിന്നാലുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. 3-ലെ രാഹു ധനസമൃദ്ധി ഉണ്ടാക്കുന്നതാണ്. തൊഴിലിൽ നേട്ടങ്ങളും കൃഷിയിൽ ലാഭവും ഒക്കെ ലഭിക്കും. കൂടാതെ കുടുംബ സുഖവും പ്രദാനം ചെയ്യുന്നതാണ്. അതോടൊപ്പം സഹോദരങ്ങളുമായിട്ട് ഗുണാനുഭവങ്ങളും ലഭിക്കും. ഇനി നമുക്ക് കേതുവിന്റെ ഫലം ഒന്ന് നോക്കാം. ധനുക്കൂറുകാർക്ക് 10-ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. 10-ൽ കേതു നിൽക്കുമ്പോൾ അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽപരമായി സ്തംഭനാവസ്ഥ ഉണ്ടാകാം. ധർമ്മപ്രവൃത്തികൾക്ക് നഷ്ടമോ നശമോ ഒക്കെ ഉണ്ടാകാം. കൂടാതെ ധനനഷ്ടവും ശത്രുക്കളുടെ ഉപദ്രവവും ഒക്കെ വർദ്ധിക്കാം. 18/5/2025
കേതു 10-ൽ നിന്ന് കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മാറും. 9-ാം ഭാവത്തിലേക്കാണ് മാറ്റം. 9-ൽ കേതു നിന്നാലുള്ള ഫലത്തെ കൂടി നോക്കാം. ആരോഗ്യത്തിന് ഹാനി ഉണ്ടാകുന്നതാണ്. തൊഴിലിലൊക്കെയുള്ള സ്തംഭനം തുടരുന്നതാണ്. സാമ്പത്തിക ബാധ്യതയും ഉണ്ടായേക്കാം. ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളിലെ എല്ലാം സ്ഥിതി മൂലം പൊതുവായിട്ട് എല്ലാം കൂടി ചേർത്തുകൊണ്ട് ധനുക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വർഷം എന്ന് പറയാം. എന്നിരുന്നാലും ഒട്ടേറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. 3-ലെ ശനി മുടികെട്ടി വാഴും എന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനെ വരുമ്പോൾ 3-ാം ഭാവത്തിൽ ശനി വളരെ ബലവാനായിട്ട്, അതീവ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനധാന്യ സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളും അനുകൂലത്തിലാകുമ്പോൾ ധനധാന്യ സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ നമുക്ക് പറയേണ്ടതാണ്. കൂടാതെ ശത്രുക്കൾ ഇല്ലാതാകുന്ന അവസ്ഥ, ധൈര്യം, വീര്യം, സഹായം എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക, പൊതുവെ നല്ല ഊർജം ഉണ്ടാകുക, ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുക, പല ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുക എന്നീ ഗുണഫലങ്ങളും ധനുക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ ധനനഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചില മാസങ്ങളിലൊക്കെ ചില രാശികളുടെയും ഔഢ്യത്തിന്റെയും ഒക്കെ പിൻബലത്തിൽ ഏതാനും ചില ദിവസങ്ങളിലൊക്കെ ധനുക്കൂറുകാർക്ക് ധനനഷ്ട അനുഭവങ്ങളും ഉണ്ടായേക്കാം. മാസഫലങ്ങളൊക്കെ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ എടുത്തു പറയുന്നതാണ്. പൊതുവായിട്ട് നോക്കുമ്പോൾ നല്ല ഫലം തന്നെയാണ് പറയേണ്ടത്. അതേപോലെ തന്നെ ഗ്രഹയുദ്ധകാലങ്ങളിലും മറ്റും ദോഷസമയം അനുഭവപ്പെടുമ്പോൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ്. അതിലൊക്കെ വിജയം കൈവരിക്കുന്നതാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ആദരവും അംഗീകാരവും പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. കാർഷിക രംഗത്തുള്ളവർക്ക് കൃഷിയിൽ ആദായം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ധനുക്കൂറുകാർ പഠനത്തിൽ അശ്രദ്ധ ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ വാഹനം, യന്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അതിവിശേഷപ്പെട്ട ചില ഫലങ്ങളും ഒന്ന് പ്രതിപാദിക്കാം. നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പിന്നീട് വിശദമായിട്ട് നമുക്ക് പ്രതിപാദിക്കാം. ഇപ്പോൾ ഏകദേശ വിശേഷ ഫലങ്ങളെ പറയാം. മൂല നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പോകുന്നതാണ്. അതോടൊപ്പം തന്നെ സത്പ്രവർത്തികൾ ചെയ്യാനുള്ള മനസ്സും ഉണ്ടാകുന്നതാണ്. പുരാട നക്ഷത്രക്കാർക്ക് വാഹന ലാഭം, വസ്തു ധനലാഭം എന്നിവ കൂടാതെ സർവ്വവിധ ഭോഗ ഐശ്വര്യങ്ങളും സുഖം, വസ്ത്രാഭരണങ്ങൾ എന്നിവ ലഭിക്കുന്നതുമാണ്. ഉത്രാടം 1-ാം പാദക്കാർ ധനുക്കൂറിൽ വരുന്നവർ, അവർക്കും നല്ല സമയമാണ്. സൂര്യന്റെ നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. ഇവർക്ക് ഉദ്യോഗത്തിൽ ഉന്നതി, സ്ഥാനമാനം, ബന്ധു സഹായം, ബന്ധുക്കളുമായിട്ട് നല്ല ബന്ധങ്ങൾ, ഔദ്യോഗിക കാര്യങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഉത്രാടം 1-ാം പാദക്കാർക്ക് നല്ല ഉന്നതിയിലെത്താൻ സാധിക്കുന്നതാണ്. കൊല്ലവർഷം 1200-ാം ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളാണ് നടക്കുന്നത്. കുംഭമാസം 5, 26, 28 എന്നീ തീയതികളിൽ ഗ്രഹയുദ്ധമുണ്ട്. ഫെബ്രുവരി 17, മാർച്ച് 10, മാർച്ച് 12 എന്നീ തീയതികളാണത്. ശുക്രൻ, ശനി, ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത്. അത് ധനുക്കൂറുകാരെ സംബന്ധിച്ച് കുഴപ്പമില്ലാത്ത സമയമാണ്. അതിനുശേഷം ഇടവം മാസത്തിൽ 25, 26 തീയതികളിൽ ഗ്രഹയുദ്ധമുണ്ട്. ജൂൺ 8, 9 തീയതികളാണിത്. ബുധനും വ്യാഴവുമാണ് അതിൽ പങ്കെടുക്കുക. ആ ഗ്രഹയുദ്ധം മൂലം ധനുക്കൂറുകാർക്ക് ദോഷകാലമാണ്. തടസ്സവും കലഹങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. ഇനി നമുക്ക് വിഷുബലം കൂടി ഏകദേശം ഒന്ന് പറഞ്ഞു പോകാം. മൂലം നക്ഷത്രക്കാർക്ക് വിഷുബലം അതിഗംഭീര ഫലമാണ്. എന്നാൽ പൂരാട നക്ഷത്രക്കാർക്ക് മധ്യമമാണ് എന്ന് പറയാം. ഉത്രാട നക്ഷത്രക്കാർക്കും അത്യാവശ്യം നല്ല ഫലം തന്നെയാണ് വിഷുബലം തരിക. ഇത്രയും കാര്യങ്ങളാണ് ധനുക്കൂറുകാരുടെ കൊല്ലവർഷം 1200-ാം ആണ്ട് പുതുവർഷത്തിൽ നക്ഷത്ര ബലമായിട്ട് പറയാനുള്ളത്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് മകരക്കൂറുകാരുടെ കൊല്ലവർഷം 1200-ാം ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ബലത്തെ അവതരിപ്പിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ശനിയുടെ ഫലം, വ്യാഴത്തിന്റെ ഫലം, രാഹുകേതുക്കളുടെ ഫലം എന്നിവ പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളെല്ലാം ഏകോപിപ്പിച്ച് പൊതുവായിട്ടുള്ള ഫലങ്ങളും അതിനുശേഷം വിഷുഫലം, ഗ്രഹയുദ്ധം, മൗഢ്യങ്ങൾ, നക്ഷത്രങ്ങളുടെ പ്രത്യേക വിശേഷ ഫലങ്ങൾ എന്നിവയെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. വീഡിയോ അവസാനം വരെ കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ശനിയുടെ ഫലത്തെ നോക്കാം. മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ തന്നെ രാശിയായിട്ടുള്ള 2-ാം ഭാവമായിട്ടുള്ള കുംഭം രാശിയിലാണ് നിൽക്കുന്നത്. ഏഴശനിക്കാലമാണ്. എന്നിരുന്നാലും ശനിയുടെ സ്വക്ഷേത്ര ബലം മകരക്കൂറുകാരെ ബാധിക്കില്ല എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ശനിയുടെ 2-ൽ നിൽക്കുന്ന ഫലം ഒന്ന് നമുക്ക് പരിശോധിക്കാം. അർക്കാത്മജി അർത്ഥസ്ഥേ അർത്ഥ സുഖാംഗഃ
കാന്തി വിഗമഹ കാമസ്യ മന്ദതാവ എന്നാണ്. അതായത് ധനം, സുഖം, ശരീരശോഭ എന്നിവയ്ക്ക് മങ്ങലേൽക്കുക, എല്ലാ തരത്തിലുമുള്ള ആസക്തിക്ക് അല്പം കുറവ് വരിക എന്നിവയാണ് ഫലം. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനിയുടെ സ്വക്ഷേത്രമാണ്. ശനി അതീവ ബലശാലിയാണ്. അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് ശനി ഈ വക ദോഷങ്ങൾ വളരെ അപൂർവമായേ ചെയ്യുകയുള്ളൂ. ജാതകത്തിൽ ശനി അതുപോലെ ദോഷകാരിയാണെങ്കിൽ മാത്രമാണ് ഈ ഫലങ്ങൾ വരിക. അല്ലാത്ത പക്ഷം നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക. ശനി 29/3/2025 രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് മാറും. അതായത് കുംഭക്കൂറിൽ നിന്ന് ധനുരാശിയിലേക്ക് മാറും. മൂന്നാം ഭാവത്തിൽ ശനി നിന്നാലുള്ള ഫലത്തെ കൂടി നമുക്ക് പരിശോധിക്കാം. ഭ്രാതൃസ്ഥേ മഹിഷദ്വിപാദിക ധനാരോഗ്യാദ്യ അഭിഷ്ടാഗമഹ എന്നാണ്. പോത്ത്, ആന മുതലായ നാൽക്കാലികളിൽ നിന്ന് ലാഭം, നാൽക്കാലികളെ ലഭിക്കുകയോ നാൽക്കാലികൾ മൂലം ധനലാഭം ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ്. കൂടാതെ ആരോഗ്യം വർദ്ധിക്കുന്നതാണ്, അഭീഷ്ടങ്ങളൊക്കെ സാധിക്കുന്നതുമാണ്. അടുത്തത് നമുക്ക് വ്യാഴത്തിന്റെ ഫലം ഒന്ന് നോക്കാം. വ്യാഴം ഇടവൻ രാശിയിലാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് അത് 5ാം ഭാവമാണ്. 3-12 രാശിയുടെ അധിപനാണ് വ്യാഴം. നമുക്കിനി വ്യാഴം 5ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലത്തെ നോക്കാം. സുതേ അശോക്ഷാത്മജ ഹേമരത്ന തരുണി വാസഹ ഗൃഹാപ്തിഹി എന്നാണ്. അതായത് കുതിര, കാള എന്നീ മൃഗങ്ങളെ ലഭിക്കുന്നതാണ്. മൃഗങ്ങൾ മൂലം ധനലാഭം ഉണ്ടാകാവുന്നതാണ്. കൂടാതെ സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങളെ ലഭിക്കുന്നതാണ്. സന്താനങ്ങൾ മൂലം നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. സ്വർണം, രത്നം എന്നിവ ലഭിക്കുന്നതാണ്. കൂടാതെ സ്ത്രീലാഭം ഉണ്ടാകുന്നതാണ്. അതായത് വിവാഹം നടക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതാണ്. വസ്ത്രങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. 14/5/2025 വ്യാഴൻ രാശി മാറി മിഥുനൻ രാശിയിലേക്ക് എത്തും. മകരക്കൂറുകാരെ സംബന്ധിച്ച് അത് 6ാം ഭാവമാണ്. 6ൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ കൂടി ഒന്ന് പരിശോധിക്കാം. ഷഷ്ടഭേ തസ്തുഷി തൽ സാധനേ സത്യവി സുഖം നഹി. അതായത് സുഖഭോഗ വസ്തുക്കൾ വേണ്ടുവോളം ഉണ്ടായാൽ പോലും യാതൊരു വിധത്തിലുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകുന്നതല്ല. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ രാഹുവിന്റെ ഫലം ഒന്ന് നോക്കാം. രാഹു 3ാം ഭാവത്തിൽ മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. 3ാം രാശിയിൽ രാഹു നിന്നാലുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. രാഹു ധനസമൃദ്ധി ഉണ്ടാക്കുന്നതാണ്. തൊഴിലിൽ നേട്ടങ്ങൾ നൽകുന്നതാണ്. കൂടാതെ കൃഷിലാഭവും അഭീഷ്ടസിദ്ധിയും ഒക്കെ നൽകുന്നതാണ്. കൂടാതെ കുടുംബ സുഖവും പ്രദാനം ചെയ്യുന്നതാണ്. സഹോദര ഗുണവും ലഭിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. 18/5/2025 രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തും. മകരക്കൂറുകാർക്ക് അത് 2ാം ഭാവമാണ്. 2ാം ഭാവത്തിൽ രാഹു നിന്നാലുള്ള ഫലത്തെ കൂടി നോക്കാം. കുടുംബത്തിൽ കലഹമുണ്ടാകാം, ധനത്തിന് നഷ്ടമുണ്ടാകാം, തസ്കര ഭയമുണ്ടാകാം, വാക്കുകളുടെ തെറ്റായ പ്രയോഗങ്ങൾ മൂലം ക്ലേശമുണ്ടാകാം. കൂടാതെ തൊഴിൽ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളിലെയും എല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ച് എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ സംയോജിപ്പിച്ചുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. മകരക്കൂറുകാരെ സംബന്ധിച്ച് അല്പം ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് വരുന്ന പുതുവർഷത്തിൽ എന്ന് പറയണം. ഗുണങ്ങളൊക്കെ ലഭിച്ചാലും ചില ദോഷങ്ങളും ഉണ്ടായേക്കാം. നേത്രരോഗങ്ങൾ ഉണ്ടായേക്കാം, ചില മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും മുൻവർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് അല്പം ആശ്വാസമുള്ള മാസമാണ് എന്ന് തന്നെ പറയണം. ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിൽ കൂടി ഗുണങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവം ഉണ്ടാകുമെന്ന് പറയാം. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പരീക്ഷകളിലൊക്കെ മികച്ച വിജയം നേടാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരമുണ്ടാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ അത് അവഗണിക്കാതിരിക്കുക. വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരപ്രീതി വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാലമാണ്. അകന്നു കഴിഞ്ഞിരുന്ന സഹോദരങ്ങളൊക്കെ ഒരുപക്ഷെ യോജിപ്പിന് ശ്രമിച്ചേക്കാം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന രേഖകളൊക്കെ തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൂടാതെ വിവാഹ വിഷയത്തിലും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. ഉത്രാട നക്ഷത്രം സൂര്യന്റെ രാശിയാണ്. സൂര്യന്റെ ശത്രുവാണ് ശനി. ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുമ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. കേസ്, വഴക്ക് എന്നീ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ഫലങ്ങൾ ഉത്രാട നക്ഷത്രക്കാർക്കായിരിക്കും കൂടുതൽ പ്രതികൂലമായിട്ട് ലഭിക്കുക. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്രാട നക്ഷത്രക്കാരെ പോലെ അത്ര ഒരു ദോഷകാലമല്ല എന്ന് പറയാം. അവർക്ക് അല്പം ആശ്വാസകരമായിട്ടുള്ള സമയമാണ്. എന്നാൽ അവിട്ട നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അഗ്നിമാരുത യോഗത്തിന്റെ പ്രഭാവം കൂടുതലായി പതിഞ്ഞേക്കാം. കൊല്ലവർഷം 1200 5 ഗ്രഹയുദ്ധങ്ങളാണ് നടക്കുന്നത്. ആദ്യം കുംഭം,
കുംഭമാസത്തിൽ 5, 26, 28 എന്നീ തീയതികളിൽ ഗ്രഹയുദ്ധം നടക്കുന്നുണ്ട്. അതായത് ഫെബ്രുവരി 17, മാർച്ച് 10, മാർച്ച് 12 എന്നീ തീയതികൾ. ശുക്രൻ, ശനി, ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. രാശ്യാധിപൻ ശനിയും യുദ്ധത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് ഈ സമയം ദോഷമാണ്. ഇടവം 25, 26 തീയതികളിൽ ഗ്രഹയുദ്ധമുണ്ട്. അതായത് ജൂൺ 8, 9 തീയതികൾ. വ്യാഴം, ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഈ സമയം മകരക്കൂറുകാർക്ക് ദോഷകരമല്ല. ഇനി നമുക്ക് വിഷുബലത്തെ ഏകദേശം പറഞ്ഞു പോകാം. മകരക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് അത്യാവശ്യം നല്ല സമയമാണ് വിഷുബലം പറയുന്നത്. എന്നാൽ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബലം അത്യുത്തമമാണ്. ഔട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബലം അതിദോഷവുമാണ്. പൊതുവെ പറയുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതിയും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മകരക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഗുണത്തിന് ആധിക്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ശരാശരി സമയമാണ് എന്ന് പറയാം. എന്നാൽ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1200 അത്യാവശ്യം നല്ല ഗംഭീര സമയം തന്നെയാണ്. ഔട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുന്ന മോശം സമയവുമാണ്. ഇത്രയും കാര്യങ്ങളാണ് മകരക്കൂറുകാരുടെ കൊല്ലവർഷം 1200 സമ്പൂർണ്ണ നക്ഷത്രഫലമായി പറയാനുള്ളത്. ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് കുംഭക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. നക്ഷത്രഫലം പറയുമ്പോൾ അഥവാ ഗോചരഫലം പറയുമ്പോൾ ശനി, വ്യാഴം, രാഹുകേതുക്കൾ എന്നിവയുടെ പ്രത്യേക ഫലം പറഞ്ഞതിന് ശേഷം മറ്റ് ഗ്രഹങ്ങളുടെയും എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള പൊതുഫലവും, അതുകൂടാതെ വിഷുബലം, ഗ്രഹയുദ്ധം, മൗഢ്യാദി കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം വിശദമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് ഇന്നത്തെ കുംഭക്കൂറുകാരുടെ കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് ശനി എന്ത് ഫലം ചെയ്യും എന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. കുംഭക്കൂറിന്റെ രാശ്യാധിപനാണ് ശനി. കൂടാതെ 12ാം ഭാവാധിപൻ കൂടിയാണ് ശനി. ശനി ജന്മരാശിയിലാണ് വർഷാദ്യം നിൽക്കുക. ശനി ജന്മത്തിൽ നിന്നാലുള്ള ഫലത്തെ നോക്കാം. രവിജയ ജന്മസ്ഥേ വിഷ അനലഭയം ബന്ധോർവധപ്രോഷണം പുത്രാദി സ്വജനൈ വിഗമഹ ധനൈശ ദൂരാടനം വാ ഭവേൽ എന്നാണ്. അതായത് വിഷഭയം ഉണ്ടാകാം, അഗ്നിബാധ ഉണ്ടാകാം, ബന്ധുനാശം, ദൂരദേശ ഗമനം എന്നൊക്കെ പറയുമ്പോൾ ദൂരദേശത്തേക്ക് യാത്ര പോവുക എന്ന് മാത്രമല്ല, കൂടുതലായി യാത്ര ചെയ്യേണ്ട അവസ്ഥ വരിക എന്നും പറയാം. സന്താനങ്ങളുമായോ സ്വന്തം ബന്ധുക്കളുമായോ ഒക്കെ വേർപെടുക, ധനനഷ്ടം ഉണ്ടാകുക, കൂടാതെ ദൂരദേശത്തൊക്കെ സഞ്ചരിക്കേണ്ടി വരിക എന്നിവയൊക്കെയാണ് ഫലമായി പറഞ്ഞിരിക്കുന്നത്. കുംഭക്കൂറിന്റെ രാശ്യാധിപനാണ് ശനി. അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങളെക്കാൾ കൂടുതൽ ഗുണഫലങ്ങൾ തന്നെയായിരിക്കും കുംഭക്കൂറുകാർക്ക് ശനി ചെയ്യുക. എന്നിരുന്നാലും ജാതകത്തിൽ മോശം അവസ്ഥയുള്ള ശനിക്ക് ബലക്കുറവും ദോഷം ദശാകാലവും ഒക്കെയാണെങ്കിൽ ഈ ഫലവും ചിലപ്പോൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കരുതലെടുക്കുക. 29/3/2025 ശനി രാശി മാറി കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറും. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 2ാം ഭാവമാണ് മീനൻ രാശി. ശനി 2ൽ നിന്നാലുള്ള ഫലത്തെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അർത്ഥസ്ഥേ അർക്കാത്മജ അർത്ഥ സുഖ അംഗകാന്തി വിഗമഹ കാമസ്യ മന്ദതാവ എന്നാണ്. അതായത് ധനനഷ്ടവും മറ്റുമുണ്ടാകാം. പൊതുവെ ശരീരത്തിന് ഉന്മേഷക്കുറവ്, കാന്തി കുറവ്, അതായത് സൗന്ദര്യ ശോഷണം, പൊതുവെ എല്ലാ കാര്യത്തിലുമുള്ള ആസക്തി കുറവ് എന്നീ ദോഷഫലങ്ങളാണ് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജന്മ രാശ്യാധിപനാണ്. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ വളരെ കുറച്ചായിരിക്കും ശനി ചെയ്യുക. ദോഷസമയമുള്ളവർ മാത്രം ശ്രദ്ധിക്കുക. ഇനി കുംഭക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഫലം നോക്കാം. വ്യാഴം 11ഉം 2ഉം ഭാവാധിപനാണ്. കുംഭക്കൂറിൽ നിന്ന് 4ാം ഭാവമായിട്ടുള്ള ഇടവൻ രാശിയിലാണ് നിൽക്കുക. 4ൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ നോക്കാം. ബന്ധുസ്ഥിതേ ബന്ധുജനോദ്ധിത ക്ലേശ കുത്രാപി സുഖം നച്ച എന്നാണ്. അതായത് ബന്ധുജനങ്ങളിൽ നിന്ന് ദുഃഖം ഉണ്ടാകാം, ബന്ധുജനങ്ങൾക്കും ബന്ധുജനങ്ങൾ മൂലവും ദുഃഖം ഉണ്ടായേക്കാം എന്നർത്ഥം. പൊതുവെ ഒരു സ്ഥലത്തും സുഖമില്ലാത്ത അവസ്ഥ, എല്ലായിടത്തും ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥ എന്ന് നമുക്ക് പറയാം. 14/5/2025 വ്യാഴൻ രാശി മാറി മിഥുനൻ രാശിയിലേക്ക് മാറും. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അത് 5ാം ഭാവമാണ്. 5ൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ കൂടി നോക്കാം. സുതേ അശ്വേഷാത്മജ ഹേമരത്ന തരുണി വാസഹ ഗൃഹാപ്തി എന്നാണ്. അതായത് കുതിര, കാള തുടങ്ങിയ 4 കാലികൾ മൂലം ലാഭമുണ്ടാകുക,
സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ കിട്ടുക, സ്വർണ്ണ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ ലഭിക്കുക, സ്ത്രീലാഭം ഉണ്ടാകുക. അതായത് വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതാണ്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂല സമയമാണ്. കുംഭക്കൂറുകാരുടെ രാഹുവിന്റെ ഫലം കൂടി ഒന്ന് നോക്കാം. രാഹു 2ാം ഭാവത്തിലാണ്, മീനൻ രാശിയിലാണ്. 2ൽ രാഹു നിന്നാലുള്ള ഫലത്തെ നോക്കാം. കുടുംബത്തിൽ കലഹമുണ്ടാകാം, ധനത്തിന് നാശമുണ്ടാകാം, കടം വർദ്ധിക്കാം, തസ്കരന്മാരിൽ നിന്ന് ശല്യമുണ്ടാകാം, തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, വാക്കുകൾ ഉപയോഗിക്കുന്നത് മൂലം ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. 18/5/2025 രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തുകയാണ്. ജന്മരാശിയിലേക്കാണ് വരുന്നത്. ജന്മരാശിയിൽ രാഹു നിന്നാലുള്ള ഫലത്തെ നോക്കാം. വിഷ, അഗ്നി, ഭയം. വിഷം മൂലം, അഗ്നി മൂലം, ഇവ മൂലം ഭയം ഉണ്ടാകേണ്ട അവസ്ഥ, ബന്ധുജനങ്ങൾക്ക് അരിഷ്ടതയുണ്ടാകുക, സ്വജനങ്ങളുമായി കലഹിക്കേണ്ട അവസ്ഥ, സഞ്ചാരം മൂലം ക്ലേശം ഉണ്ടാകുക, രോഗപീഠ എന്നിവയും അനുഭവപ്പെട്ടേക്കാം. വ്യാഴം ആ സമയത്തേക്ക് മിഥുനൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി കുംഭം രാശിയിലേക്ക് വരികയും രാഹുവിന്റെ ദോഷം കുറയുകയും ചെയ്യും. ഒരുപക്ഷെ രാഹു ദോഷം ചെയ്യില്ല എന്നും നമുക്ക് പരിഗണിക്കാം. ഇനി നമുക്ക് കേതുവിന്റെ ഗോചരഫലം കൂടി ഒന്ന് പരിശോധിക്കാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കേതു 8ാം ഭാവത്തിലാണ്. 8ൽ കേതു നിന്നാലുള്ള ഫലത്തെ നോക്കാം. അതികഠിനമായ ദുഃഖം നൽകിയേക്കാം, വിഷഭയം നൽകിയേക്കാം. കൂടാതെ മാനഹാനി, ശത്രുപീഡ, കേസ്, വഴക്ക്, കാര്യങ്ങൾക്ക് പരാജയം, തൊഴിൽ നഷ്ടം, സ്വജനങ്ങളുമായി കലഹം എന്നീ ദോഷഫലങ്ങളാണ് കേതു 8ൽ നിൽക്കുമ്പോൾ നൽകുക. 18/5/2025 കേതു രാശി മാറി 7ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 7ലെ കേതുവിന്റെ ഫലം കൂടി ഒന്ന് പരിശോധിക്കാം. ദാമ്പത്യ ക്ലേശം അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. യാത്രയിലൊക്കെ കാര്യതടസ്സമുണ്ടാകാം. കൂടാതെ നേത്ര സംബന്ധമായിട്ടുള്ള രോഗവും ഉത്ഭവിച്ചേക്കാം. ഇനി നമുക്ക് പൊതുവായി എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ ഫലം ഒന്ന് ചിന്തിച്ചു നോക്കാം. പൊതുവെ അഗ്നിമാരുത യോഗം വരുന്ന സമയങ്ങളിൽ കരുതൽ എടുക്കേണ്ടതാണ്. കൂടാതെ എല്ലാ കാര്യങ്ങളിലും കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. ദുർവാശിയൊക്കെ കളഞ്ഞ് കലഹമൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള പരിശ്രമം നടത്തുക. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. പഠന കാര്യങ്ങളിൽ അലസത ഒഴിവാക്കി ശ്രദ്ധ കൊടുക്കുക. കുംഭക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾ മനസ്സേകാഗ്രമാക്കി പഠനത്തിൽ ശ്രദ്ധിച്ചാൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. യാത്രാവേളയിൽ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കുക. ജാമ്യമൊക്കെ നൽകുന്നത് പരമാവധി ഒഴിവാക്കുക. ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന സമയമാണ്. പുതിയ പുതിയ നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടാനും അവരുടെ സൗഹൃദം നിലനിർത്താനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. ദൈവാനുഗ്രഹത്താൽ പല കാര്യങ്ങളും കുംഭക്കൂറുകാർക്ക് നടക്കുന്നതുമാണ്. പൊതുവെ മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഔട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് പറയാം. എന്നാൽ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാംക്രമികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യത്തിൽ ചതയ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും വ്യാഴം അനുകൂലമാകുമ്പോൾ ധനലാഭവും ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും കുംഭക്കൂറുകാർക്ക് ഒഴിവാകുന്നതുമാണ്. വർഷത്തിന്റെ അവസാന ഭാഗം വളരെ നല്ല സമയമാണ് എന്നർത്ഥം. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമായിരിക്കും. കൊലോഷ 1200-ാം ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളാണ് സംഭവിക്കുക. ആദ്യം കുംഭമാസത്തിൽ 5, 26, 28 എന്നീ തീയതികളിൽ, അതായത് 17/2, 10/3, 12/3 എന്നീ തീയതികളിൽ ശുക്രൻ, ശനി, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ഗ്രഹയുദ്ധം ഉണ്ടാകാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അത് ദോഷകരമാണ്. അതിനുശേഷം ഇടവം 25, 26 തീയതികളിൽ, അഥവാ ജൂൺ 8, 9 തീയതികളിൽ ബുധനും വ്യാഴവും തമ്മിലുള്ള ഗ്രഹയുദ്ധം ഉണ്ടാകാം. ഇതും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ദോഷകരമാണ്. ഇടവം കുംഭമാസങ്ങളിൽ അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് വിഷുബലത്തിന്റെ അവസ്ഥ കൂടി ഒന്ന് പരിശോധിക്കാം. ഔട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബലം വളരെ മോശമാണ്. ചതയ നക്ഷത്രക്കാർക്ക് വിഷുബലം മധ്യമമാണ് എന്ന് പറയാം. പൂരിട്ടാതി നക്ഷത്രക്കാർക്കും വിഷുബലം മധ്യമമാണ്. ഇത്രയും കാര്യങ്ങളാണ് കുംഭക്കൂറുകാരുടെ പുതുവർഷ നക്ഷത്ര ഫലമായി പറയാനുള്ളത്. മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ എന്ന് പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. പുതുവർഷ നക്ഷത്രഫലം പറയുമ്പോൾ ശനി, വ്യാഴം, രാഹുകേതുക്കൾ എന്നിവരുടെ ഫലം പ്രത്യേകം പറഞ്ഞതിന് ശേഷം മറ്റ് ഗ്രഹങ്ങളുടെയും എല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള പൊതുഫലവും, ഗ്രഹയുദ്ധം, ഗ്രഹമൗഢ്യം, വിഷുഫലം, നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങൾ എല്ലാം ചേർത്തുകൊണ്ടുള്ള സമ്പൂർണ്ണ ഫലമാണ് അവതരിപ്പിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് കൊല്ലവർഷം 1200-ാം ആണ്ട്
മീനക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ശനിയുടെ ഫലത്തെ നോക്കാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലാണ് വർഷാദ്യം ശനി നിൽക്കുന്നത്. ശനി 11, 12 ഭാവാധിപനാണ്. 12ൽ ശനി നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. രംഭകേ ദുഃഖ പരമ്പരാപുനി മധ്യമുഹുമജ്ജനസ്യാൽ എന്നാണ്. അതായത് ദുഃഖ പരമ്പരയുടെ വെള്ളത്തിൽ മുങ്ങുക എന്നാണ്. തുടർച്ചയായിട്ട് ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകുക എന്നാണ് അർത്ഥം. എന്നിരുന്നാലും 12ൽ നിൽക്കുന്ന ശനി വിദേശയോഗം, വീട് വയ്ക്കാനുള്ള സാധ്യതകൾ തുടങ്ങിയ ഗുണഫലങ്ങളും തരുന്നുണ്ട്. 29/3/2025 ശനി രാശി മാറി മീനൻ രാശിയിലേക്ക് മാറും. മീനക്കൂറുകാരെ സംബന്ധിച്ച് അത് ജന്മരാശിയിലാണ് ശനി വരിക. ജന്മരാശിയിൽ ശനി നിന്നാലുള്ള ഫലത്തെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. രവിജയ ജന്മസ്ഥേ വിഷ അനലഭയ ബന്ധോർവധ പ്രോഷണം പുത്രാദി സ്വജനൈഹി വിഗമഹ ധനൈജ ദൂരാടനം വാ ഭവയിൽ എന്നാണ്. അതായത് വിഷം, അഗ്നി തുടങ്ങിയ കാര്യങ്ങളിൽ ഭയമുണ്ടാകുക, അതായത് അതുമൂലം ഉപദ്രവങ്ങളോ അപകടങ്ങളോ ഉണ്ടാകുക, കൂടാതെ ബന്ധുക്കളുടെ വിയോഗമുണ്ടാകുക, ദൂരദേശ ഗമനമുണ്ടാകുക, അഥവാ കൂടുതലായിട്ട് സഞ്ചരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുക, സന്താനങ്ങള് അതേപോലെയുള്ള സ്വന്തം ജനങ്ങളുമായിട്ട് വേർപാടുണ്ടാകുക, ധനനഷ്ടവും, വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടി വരിക എന്നീ ദോഷഫലങ്ങളും പറയുന്നുണ്ട്. ഇനി നമുക്ക് മീനക്കൂറുകാർക്ക് വ്യാഴം എന്ത് ഫലം ചെയ്യുമെന്ന് നോക്കാം. മീനക്കൂറുകാർക്ക് വർഷാദ്യം വ്യാഴം 3ാം ഭാവത്തിലാണ്, ഇടവൻ രാശിയിലാണ്. വ്യാഴം ജന്മരാശിയാധിപനാണ്, 10ാം ഭാവാധിപനാണ്. വ്യാഴം 3ൽ നിന്നാലുള്ള ഫലത്തെ നോക്കാം. തൃതീയസ്ഥിതേ ജീവേ നൃണാം സ്വാൻ പതതഃ ഭ്രംശാൻ കാര്യവിഹതിച്ച എന്നാണ്. അതായത് സ്ഥാനമാറ്റം ഉണ്ടാകുക, അതായത് പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങളും കിട്ടി സ്ഥലം മാറ്റം ഉണ്ടായേക്കാം. തൊഴിലിൽ നിന്ന് ഡീപ്രമോഷനും ഒരുപക്ഷെ വ്യാഴം അനിഷ്ടത്തിലാണെങ്കിൽ ഉണ്ടായേക്കാം. കൂടാതെ കാര്യങ്ങൾക്ക് വിനാശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും വ്യാഴം ജന്മരാശിയാധിപനാണ്. ജാതകത്തിലെ ബലവും ദശാകാലവും ഒക്കെ പരിഗണിച്ചു വേണം ഈ ദോഷത്തെ പറയാനായിട്ട്. വ്യാഴം ജാതകത്തിൽ ഗുണം ചെയ്യുന്ന അവസ്ഥയിലാണ്. നല്ല ദശാകാലമാണെങ്കിൽ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല, വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. 14/5/2025 വ്യാഴം രാശി മാറി മിഥുനൻ രാശിയിലേക്ക് മാറും. മീനക്കൂറുകാരെ സംബന്ധിച്ച് അത് 4ാം ഭാവമാണ്. 4ൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ നോക്കാം. ബന്ധുസ്ഥിതേ ബന്ധുജനോദ്ധിത ക്ലേശ കുത്രാവി സുഖം നച എന്നാണ്. അതായത് ബന്ധുജനങ്ങൾ മൂലം ദുഃഖമുണ്ടാകാം, ബന്ധുജനങ്ങൾക്ക് ദുഃഖമുണ്ടാകാം, ഒരു സ്ഥലത്തും സുഖമില്ലായ്മ അനുഭവപ്പെട്ടേക്കാം. അടുത്തത് നമുക്ക് രാഹു മീനക്കൂറുകാർക്ക് ചെയ്യുന്ന ഫലം നോക്കാം. രാഹു ജന്മരാശിയായിട്ടുള്ള മീനൻ രാശിയിലാണ് വർഷാദ്യം നിൽക്കുന്നത്. രാഹു ജന്മരാശിയിൽ നിൽക്കുമ്പോൾ വിഷം, അഗ്നി മുതലായവ മൂലം ഭയം ഉണ്ടാകേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. ബന്ധുക്കൾക്ക് അരിഷ്ടതയും കലഹവും ഉണ്ടായേക്കാം. സ്വജനങ്ങളുമായി കലഹമുണ്ടായേക്കാം. സഞ്ചാരം മൂലം ക്ലേശം ഉണ്ടാകാം. കൂടാതെ രോഗപീഠയും അനുഭവപ്പെട്ടേക്കാം. 18/5/2025 രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് മാറും. മീനക്കൂറുകാർക്ക് അത് 12ാം ഭാവമാണ്. 12ൽ രാഹു നിന്നാലുള്ള ഫലത്തെ നോക്കാം. അതികഠിനമായിട്ടുള്ള ദുഃഖം, ധനനാശം, സഞ്ചാരക്ലേശം, കാര്യതടസ്സം എന്നീ ഫലങ്ങൾ ഉണ്ടാകാം. കൂടാതെ രോഗപീഠയുണ്ടാകാം. കർമ്മരംഗത്ത് സ്തംഭനാവസ്ഥ ഉണ്ടായേക്കാം. ഇനി നമുക്ക് കേതുവിന്റെ ഫലം നോക്കാം. കേതു മീനക്കൂറുകാർക്ക് 7ാം ഭാവത്തിലാണ്. 7ൽ കേതു നിന്നാലുള്ള ഫലത്തെ നോക്കാം. ദാമ്പത്യപരമായി ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. യാത്രയിലൊക്കെ തടസ്സങ്ങൾ നേരിട്ടേക്കാം. കൂടാതെ നേത്രരോഗവും അനുഭവപ്പെട്ടേക്കാം. 18/5/2025 കേതു കന്നിരാശിയിൽ നിന്ന് മാറി ചിങ്ങൻ രാശിയിലേക്ക് പോകും. ആ സമയത്ത് മീനക്കൂറുകാരെ സംബന്ധിച്ച് അത് 6ാം ഭാവമാണ്. 6ൽ കേതു നിന്നാലുള്ള ഫലത്തെ നോക്കാം. നൂതന സ്വർണ്ണാഭരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ നേതൃപദവി, ശത്രുനാശം, കേസ വഴക്ക് തുടങ്ങിയവയിൽ വിജയം, രോഗശാന്തി ഇവയെല്ലാം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെയും എല്ലാം ഫലം ചിന്തിച്ച് കൂട്ടായി ഒന്ന് പൊതുവായിട്ടുള്ള ഫലത്തെ നോക്കാം. പൊതുവെ മീനക്കൂറുകാർക്ക് പരദേശ ഗമനം, തൊഴിൽ നഷ്ടം, ആശുപത്രിവാസം ഇവയൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ശനി സ്വക്ഷേത്ര ബലവാനായതിനാലും മീനക്കൂറിൽ വരുന്നതിനാലും തിക്താനുഭവങ്ങൾക്കൊക്കെ അല്പം കുറവുണ്ടായേക്കാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥയൊക്കെ വന്നേക്കാം. ശുഭസൂചകങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വഴി മനസ്സിന് സന്തോഷവും ഒക്കെ ലഭിക്കാം. എന്നാൽ വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ മേഖലയിലൊക്കെ സമ്മർദ്ദം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി കഠിന പ്രയത്നം ചെയ്താൽ നല്ല വിജയം മീനക്കൂറുകാർ
ബിരുദധാരികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. പ്രായോഗിക വിജ്ഞാനമൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ല അവസരമുള്ള സമയമാണ്. മീനക്കൂറുകാരുടെ സമചിത്തതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലി മൂലം എല്ലാ കാര്യത്തിലും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. നമുക്കിനി നക്ഷത്രക്കാരുടെ വിശേഷാൽ ഫലത്തെ ഒന്ന് നോക്കാം. പൂരട്ടാതി നക്ഷത്രക്കാർക്ക് ധനലാഭം, ഔദ്യോഗിക ഉന്നതി, സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക എന്നീ നേട്ടങ്ങൾ ഉണ്ടാകാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പരദേശ ഗമനത്തിന് സാധ്യത, അതായത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാം. കൂടാതെ രോഗദുരിതങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ധനലാഭവും ഒരുപോലെ ഉണ്ടാകാം. രേവതി നക്ഷത്രം ബുധന്റെ നക്ഷത്രമാണ്. വ്യാഴൻ ബുധന്റെ രാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജ്ഞാനകാര്യത്തിൽ അഥവാ അറിവ് നേടുന്ന കാര്യത്തിൽ ഉന്നതിയിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടോ തൊഴിൽപരമായിട്ടോ ഒക്കെ അല്പസ്വല്പമൊക്കെ നേട്ടങ്ങൾ ലഭിക്കാം. എന്നാൽ കൂടുതലായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് മീനക്കൂറുകാർക്ക് നല്ല പുരോഗതി ഉണ്ടാകും. കൊല്ലവർഷം 1200 ആണ്ടിൽ 5 ഗ്രഹയുദ്ധമാണ് നടക്കുന്നത്. കുംഭമാസത്തിൽ 5/26, 28 തീയതികൾ അഥവാ 17/2/2025, 10/3/2025, 12/3/2025 എന്നീ തീയതികൾ. ശുക്രൻ, ശനി, ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് ഈ സമയത്ത് ഗ്രഹയുദ്ധത്തിൽ ഏർപ്പെടുക. മീനക്കൂറുകാർക്ക് ഈ സമയം ദോഷമില്ല. ഇടവം 25, 26 തീയതികളിലാണ് അടുത്ത ഗ്രഹയുദ്ധങ്ങൾ നടക്കുന്നത്. അതായത് ജൂൺ 8, 9 തീയതികൾ ബുധനും വ്യാഴവുമാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഇത് മീനക്കൂറുകാരെ സംബന്ധിച്ച് ദോഷകരമാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വിഷുബലത്തെ പൊതുവായി ഒന്ന് പറഞ്ഞു നോക്കാം. പൂരട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുബലം മധ്യമമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും വിഷുബലം മധ്യമമാണ്. രേവതിക്കാർക്ക് വിഷുബലം ഉത്തമമാണ്. ഇത്രയും കാര്യങ്ങളാണ് കൊല്ലവർഷം 1200 സമ്പൂർണ്ണ നക്ഷത്രഫലമായി മീനക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.